യെസ്, KS&SSR അഥവാ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ. സർവീസ് റൂളുകളെല്ലാം പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആണ്. ഒരു റൂളും ഇൻഡിപെൻഡൻ്റായി നിലകൊള്ളുന്നതേ അല്ല. എല്ലാ സർവീസ് റൂളുകളും പരസ്പരം കണക്റ്റഡായി മുന്നോട്ട് പോയാൽ, ഡിസ്കസ് ചെയ്താൽ മാത്രമേ സർവീസ് റൂളുകളുടെ അപ്ലിക്കബിലിറ്റിയും ഇംപ്ലിക്കേഷൻസും ക്ലിയറായി ബോധ്യമാവുകയുള്ളൂ. അപ്പോൾ കേരള സർവീസ് റൂൾസ് ആൻഡ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, ഗവൺമെൻറ് സർവൻസ് കോണ്ടാക്ട് റൂൾസ് ആൻഡ് പണിഷ്മെൻറ്റ് റൂൾസ് including manual of disciplinary proceedings and even manual of office procedure അഥവാ ആപ്പീസ് നടപടിക്രമങ്ങൾ വരെ എല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്. ഇൻഡിപെൻഡൻ്റായി യാതൊന്നും വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലല്ല. അതുകൊണ്ട് വെനെവർ വി ടാക്ക് ഓഫ് സർവീസ് റൂൾസ്, എല്ലാ റൂളുകളും കണക്ട് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റിലൂടെ പോയാൽ തന്നെ സർവീസ് റൂൾസുകളുടെ ഒരു ഏകദേശ അപ്ലിക്കബിലിറ്റി നമുക്ക് ബോധ്യമാവുള്ളൂ. ഇതിൽ നമുക്ക് കോമൺലി അപ്ലിക്കബിൾ ആകുന്നത് വെൻ വി ടോക്ക് ഓഫ് സർവീസ് റൂൾസ്, കേരള സർവീസ് റൂൾസാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരിക. എന്നാൽ കേരള സർവീസ് റൂൾസിനേക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് ദ സോ കോൾഡ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ബട്ട് ഈ ഡേ ടു ഡേ അഫയേഴ്സിൽ, ഡേ ടു ഡേ സർവീസ് മാറ്റേഴ്സിൽ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് അത്രയേറെ അപ്ലിക്കബിലിറ്റി ഇല്ലാതെ പോയ ഒരു വിഷയമാണ്. പക്ഷേ എന്നിരുന്നാലും കേരള സർവീസ് റൂൾസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ബട്ട് സ്റ്റിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആർ മോർ കൺസേൺഡ് ഓർ ബോതേർഡ് അബൌട്ട് കേരള സർവീസ് റൂൾസ് ദാൻ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. ബിക്കോസ് കേരള സർവീസ് റൂൾസാണ് സർക്കാർ ജീവനക്കാരുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ആൻഡ് പോസ്റ്റ് റിട്ടയർമെൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ്സുകൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് കേരള സർവീസ് റൂൾസാണ്. സർക്കാർ ജീവനക്കാരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പെൻഷനേഴ്സിനും സാമ്പത്തിക കാര്യങ്ങളോടാവുമല്ലോ സാധാരണ നിലയിൽ കൂടുതൽ ആഭിമുഖ്യമുണ്ടാവുക. അതുകൊണ്ടാണ് KS&SSRനേക്കാൾ ഇമ്പോർട്ടൻ്റായി സർക്കാർ സർവീസിൽ കേരള സർവീസ് റൂൾസ് എത്തിപ്പെടാനുണ്ടായ കാരണം. ബട്ട് അങ്ങനെയാണെങ്കിലും KS&SSR ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ കേരള സർവീസ് റൂൾസ് ബിക്കോസ് സർക്കാർ സേവനത്തിലേക്ക് ഒരു ജീവനക്കാരൻ പ്രവേശിക്കുന്നത്, സർക്കാർ സർവീസിൽ ബുദ്ധിമുട്ടില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ സർവീസിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നത്, അയാളുടെ നിയമനം ക്രമീകരിച്ച് അയാളെ സർക്കാർ ജീവനക്കാരനായി അപ്രൂവ് ചെയ്യുന്നത്, അയാളുടെ പ്രൊബേഷൻ പൂർത്തിയാക്കുന്നത്, സീനിയോറിറ്റി ഉറപ്പാക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ പാസ്സാവുന്നതിൻ്റെ കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ സിലബസുകൾ, ഏതെല്ലാം വിഭാഗക്കാർക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവുന്നതിന് എക്സംഷൻ കിട്ടുക, എങ്ങനെയാണ് സീനിയോറിറ്റി ഉറപ്പാക്കുക, പ്രൊമോഷൻ കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണ്, ഹൗ ദ ഇൻട്രസ്റ്റ് ഓഫ് എ സീനിയർ ഓഫീസർ ഈസ് പ്രൊട്ടക്റ്റഡ് വെൻ പ്രൊമോഷൻ ഈസ് ഗ്രാൻറ്റഡ്, പ്രൊമോഷൻ വേണ്ടെങ്കിൽ എപ്പോഴാണ് വേണ്ടെന്ന് വയ്ക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ നിലവിലുള്ള റൂൾസുകൾ റിലാക്സ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രൊമോഷൻ കൊടുക്കുക മുതലായ പ്രധാനപ്പെട്ട സർവീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് KS&SSR ആണ്. അതുകൊണ്ടാണ് KS&SSR ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഫാർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സോ കോൾഡ് KSR എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് KS&SSRനെ ഡിസ്കസ് ചെയ്യാതെ ഒരു സർവീസ് റൂൾസും നമുക്ക് ഡിസ്കസ് ചെയ്യാനേ പറ്റില്ല. ഈ KS&SSRലെ 2 റൂളുകൾ ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരന് നിയമനം കിട്ടി ഗവൺമെൻറ് സർവീസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, ജീവനക്കാരന് കിട്ടുന്ന നിയമന ശുപാർശയിലും അയാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി നിയമനാധികാരി കൊടുക്കുന്ന അപ്പോയിൻമെൻറ്റ് ഉത്തരവിലും ഈ 2 റൂളുകളുടെയും പ്രസൻസ് കാണാം. റൂൾ 3C ആൻഡ് റൂൾ 10B KS&SSR. എന്തുകൊണ്ടാണ് വൈ ആൻഡ് ഹൗ ദ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഈ 2 റൂളുകളും ഉൾക്കൊള്ളാനുള്ള കാരണം? ഇത് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസോ അപ്പോയിൻറ്റിംഗ് അതോറിറ്റീസോ സുവോ മോട്ടോ സ്വമേധയാ ചേർക്കുന്നതല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന ശുപാർശയുടെ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ, കളക്റ്റഡ് റെക്കോർഡ്സ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസിന് ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ഫോർവേഡിംഗ് ലെറ്ററിൽ ഈ ഒരു കാര്യം PSC കണിശമായി പറയും. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിൻ്റെ നിയമന ശുപാർശയും അവരുടെ നിയമനവും
ഈസ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് കണ്ടെയ്നിങ് ഇൻ റൂൾ 10B ആൻഡ് റൂൾ 3C എന്ന് ഈ നിയമന ശുപാർശയിലും ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന കത്തിലും വിശദമായി പറഞ്ഞിട്ടുണ്ടാകാം. അവർ PSC അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസിന് കൊടുക്കുന്ന കത്തിൽ ഒരു കാര്യം പറയും, ഇവരുടെ നിയമനം ഈ 2 ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾക്ക് വിധേയമായതിനാൽ നിയമന ഉത്തരവ് ഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഈ കാര്യം നിയമന ഉത്തരവിൽ പ്രത്യേകം പരാമർശിക്കണം എന്ന് PSC ഇൻസിസ്റ്റ് ചെയ്യുന്നതിനാൽ, നിഷ്കർഷിക്കുന്നതിനാൽ മാത്രമാണ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഈ 2 റൂളുകളും ഈ നിയമന ശുപാർശയിൽ വരുന്ന അപ്പോയിൻമെൻറ്റ് ഓർഡറിലും എഴുതി ചേർക്കാനുണ്ടായ കാരണം. എന്താണ് ഈ റൂൾ 10B ആൻഡ് റൂൾ 3C കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു വ്യക്തിക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു നിയമന ശുപാർശ കിട്ടി, ആൻഡ് വിതിൻ എ പീരിയഡ് ഓഫ് 3 months ഹീ ഈസ് ഗെറ്റിംഗ് ആൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അതിനെ തുടർന്ന് അയാൾ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കോപ്പിയും അനുബന്ധ ഡോക്യുമെൻറ്റുകളുമായി ഒരു ആഫീസിൽ അയാൾ ജോയിൻ ചെയ്യുന്നു. ഹീ ഈസ് റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി ഓർ റിപ്പോർട്ടിംഗ് ഫോർ സർവീസ് ബിഫോർ എ പർട്ടിക്കുലർ ഹയർ ഓഫീസർ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഹീ ഈസ് മാർക്കിംഗ് ഹീസ് അറ്റൻഡൻസ്. ഹീ ഈസ് കണ്ടിന്യൂയിങ് ടു ബി എ ഗവൺമെൻറ് എംപ്ലോയി. അങ്ങനെ ആണെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരൻ്റെ പ്രോട്ടോക്കോളിലേക്കോ സർക്കാർ ജീവനക്കാരൻ്റെ മറ്റധികാരങ്ങളിലേക്കോ ഓർ ടു ബി പ്രൗഡ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി എന്നൊരു സിറ്റുവേഷനിലേക്ക് വരണമെങ്കിൽ അയാൾ ചട്ടം 10B ചട്ടം 3C വ്യവസ്ഥകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. റൂൾ നിയമന ഉത്തരവ് ലഭിച്ചു, ജോലിക്ക് പ്രവേശിച്ചു, അയാൾ ശമ്പളം വാങ്ങിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിലും ഹീ കനോട്ട് ബി കൺസിഡേർഡ് ടു ബി എ ഗവൺമെൻറ് എംപ്ലോയി ടിൽ ഹീ ഈസ് അപ്രൂവ്ഡ് ആസ് എ ഗവൺമെൻറ് എംപ്ലോയി. അതാണ് വ്യവസ്ഥ. അപ്പോൾ നിയമന ഉത്തരവ് ലഭിച്ചു, ജോലിയിൽ തുടരുന്നു, ശമ്പളം വാങ്ങുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാൾ സർക്കാർ ജീവനക്കാരനാണെന്ന് നിയമം അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് റൂൾ 10B റൂൾ 3C പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് പിന്നീടാണ് എന്ന വ്യവസ്ഥയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന ശുപാർശ കൊടുക്കുന്നതും തുടർന്ന് അപ്പോയിൻറ്റിംഗ് ഓർഡർ ലഭിക്കുന്നതിനുമുള്ള സാഹചര്യം. ഇത് ഈ 2 റൂളിലെയും വ്യവസ്ഥകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ കൺഫേം ചെയ്യേണ്ടതാണ്. പക്ഷേ അതൊരുപാട് സമയമെടുക്കും. ഒരുപക്ഷെ ഈ 2 വ്യവസ്ഥകളും പാലിച്ചതിന് ശേഷം നിയമന ശുപാർശ കൊടുത്താൽ മതി എന്ന് കണക്കാക്കിയാൽ ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന നിയമന ശുപാർശകൾ ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംജാതമാകാം. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനൊരു വ്യവസ്ഥ കൊടുക്കുന്നത്. അതായത് സബ്ജക്റ്റ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദീസ് 2 റൂൾസ് ആഫ്റ്റർ ദ അപ്പോയിൻമെൻറ്റ് എന്ന വ്യവസ്ഥയിലാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന ശുപാർശ കൊടുക്കുന്നതും. അതുകൊണ്ട് മാത്രമാണ് ഈ നിയമന ഉത്തരവിൽ ഈ 2 കണ്ടീഷനുകളുടെയും പ്രസക്തി നിയമനാധികാരി പറയാനും കാരണം. യെസ്, ലെറ്റ് us വാച്ച് എന്താണ് ഈ റൂൾ 10B പറയുന്ന വ്യവസ്ഥകൾ. ഒരാൾക്ക് നിയമനം കിട്ടി, അയാൾ ജോലിയിൽ പ്രവേശിച്ചതുകൊണ്ട് അയാൾ സർക്കാർ ജീവനക്കാരനായി കണക്കാക്കപ്പെടുന്നില്ല. അത് കണക്കാക്കപ്പെടണമെങ്കിൽ റൂൾ നമ്പർ 10B കേസ് ആൻഡ് SSRൽ പറയുന്ന 3 ചട്ടങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇത് 3 ചട്ടങ്ങളിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് എ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ ബി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഗവൺമെൻറ് ഡ്യൂട്ടി. ഒരു സർക്കാർ ജീവനക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സർക്കാർ സേവനത്തിന് ശാരീരികമായും മാനസികമായും യോഗ്യനാവണം. അതാണ് ഒന്നാമത്തെ ചട്ടം. എങ്ങനെയാണ് ഹൗ ക്യാൻ ദിസ് കണ്ടീഷൻ ബി സാറ്റിസ്ഫൈഡ്? നിയമന ഉത്തരവിൻ്റെ കോപ്പിയുമായി ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു കാൻഡിഡേറ്റിനോട് അയാൾക്ക് എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ വിഭ്രാന്തികളോ അസ്വസ്ഥതയോ ഉണ്ടോ എന്നുള്ളത് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് ഈസ് ടോട്ടലി ഇമ്പോസിബിൾ. അങ്ങനെ ചോദിക്കുന്നത് ഒരു പക്ഷേ വാട്ട് ടു സേ സംതിങ് ഓഡ് മാറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാരണമായി മാറിയേക്കാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് അതിനാണ് നിയമന ഉത്തരവിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകാം. നിയമന ശുപാർശ ലഭിച്ച നിയമന ശുപാർശയും നിയമന ഉത്തരവും ലഭിച്ച കാൻഡിഡേറ്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് കൊണ്ടുവരാനുള്ള ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻസിൻ്റെ കൂടെ എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ റൂൾ 13 KSR പാർട്ട് 1 പറയുന്ന രീതിയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് നിയമന ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും. വാട്ട് ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ് ഈസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദിസ് റൂൾ 13 KSR പാർട്ട് 1? ഇതിൽ പറയുന്നത് റൂൾ 13 KSR പാർട്ട് 1 പ്രകാരം
എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ ഗവൺമെൻറ് ഡോക്ടർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സിവിൽ സർജൻ. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. സിവിൽ സർജനേക്കാൾ റാങ്കിൽ കുറവില്ലാത്ത ഒരു ഗവൺമെൻറ് ഡോക്ടർ ഈ വ്യക്തിയെ വിശദമായി പരിശോധിച്ചുകൊണ്ട് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ജോലിക്ക് വരുമ്പോൾ, ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഹാജരാക്കണം എന്ന വ്യവസ്ഥയിലാണ് ഈ ജീവനക്കാരൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായി ജോയിൻ ചെയ്യാൻ വരുന്നത്. അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ജോയിനിങ് റിപ്പോർട്ട് എഴുതി കൊടുത്ത് എലോങ് വിത്ത് ദ കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യമാകും ഇയാൾക്ക് ഫിസിക്കലി ഓർ മെൻ്റലി എന്തെങ്കിലും പോരായ്മകളോ ഇൻഫോമിറ്റിയോ എന്തെങ്കിലും ഇൻകാപ്പബിലിറ്റിയോ ഇല്ല എന്നുള്ള വിവരം ഈ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ ബോധ്യമാകും. കാരണം ഡോക്ടർ ഇദ്ദേഹത്തെ വിശദമായി പരിശോധിച്ച് ഇദ്ദേഹത്തിന് ദർ ഇസ് നത്തിങ് അൺഫിറ്റ് ടു ബി എ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ് റൂൾ 13 KSR പാർട്ട് 1 പ്രകാരം ഒരു ഡോക്ടർ കൊടുക്കുന്ന, ഗവൺമെൻറ് ഡോക്ടർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ ഒന്നാമത്തെ കണ്ടീഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് ബോധ്യമാവുക. സെക്കൻഡ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് നോ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ ഹാവ് മോർ ദാൻ 1 ലിവിങ് സ്പൗസ്. ഒരു സർക്കാർ ജീവനക്കാരനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഇണകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. ഇത് റൂൾ 10B പറയുന്ന വ്യവസ്ഥ മാത്രമല്ല, നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ 1960 ചട്ടം 93 പറയുന്നുണ്ട് ബൈഗാമസ് മാരേജ് ഈസ് നോട്ട് പെർമിസിബിൾ ടു ഗവൺമെൻറ് എംപ്ലോയി. ഒന്നിൽ കൂടുതൽ വിവാഹം ഒരേ സമയത്ത് സർക്കാർ ജീവനക്കാർക്ക് അനുവദനീയമല്ല. എങ്ങനെയെങ്കിൽ വരെ ഈവൻ ഇഫ് ഈ ജീവനക്കാരൻ ഉൾപ്പെടുന്ന വിഭാഗമോ ജാതിയോ മതമോ ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് അനുമതി നൽകുന്നതാണെങ്കിൽ പോലും ആസ് ലോങ് ആസ് ഹി ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ഒന്നിൽ കൂടുതൽ വിവാഹം ഒരേ സമയം പാടില്ല എന്നാണ് ചട്ടം. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം? ഇത് ഒന്നിൽ കൂടുതൽ വിവാഹം നടന്നാൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹമുള്ള ഒരു ജീവനക്കാരൻ ഒരുപക്ഷെ സേവനത്തിലിരിക്കെ അന്തരിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരുടെ കുടുംബത്തിന്, അയാളുടെ കുടുംബത്തിന് ഫാമിലി പെൻഷൻ നൽകുന്നതിന് ചില നിയമതടസ്സങ്ങളുണ്ട്. KSR പാർട്ട് 3 റൂൾ നമ്പർ 90 പ്രകാരമാണ് ഒരു ജീവനക്കാരൻ്റെ കുടുംബത്തിലേക്ക് പോകുന്ന ഫാമിലി പെൻഷൻ കൊടുക്കേണ്ട രീതികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ റൂൾ 90 KSR പാർട്ട് 3 പേയ്മെൻറ്റ് ഓഫ് ഫാമിലി പെൻഷൻ ടു മോർ ദാൻ 1 വിഡോസ് ഓർ 1 വിഡോവർ ഈസ് നോട്ട് പെർമിസിബിൾ. അതാണ് വ്യവസ്ഥ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കുടുംബമുള്ള, ഭാര്യമാരുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ സർവീസിലിരിക്കെ അന്തരിച്ചാൽ അയാളുടെ കുടുംബത്തിന് ഫാമിലി പെൻഷൻ അനുവദിക്കുന്നതിന് നിയമതടസ്സങ്ങൾ വരും. കാരണം ഒന്നിൽ കൂടുതൽ വിധവകൾക്കോ വിഭാര്യന്മാർക്കോ ഫാമിലി പെൻഷൻ തുല്യമായി പങ്കുവയ്ക്കാൻ നോർമലി വ്യവസ്ഥയില്ല. എന്നാൽ ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സർക്കാർ സർവീസിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അയാൾക്ക് 2 കുടുംബം ഉണ്ടെങ്കിലോ ഈ വിവരം സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന സർക്കാരിനെ അറിയിക്കണം. സർക്കാർ അയാൾക്ക് ഇൻ കേസ് ഓഫ് എൻ എമർജൻസി ഓർ ഇൻ കേസ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ സച്ച് എൻ എംപ്ലോയി അയാളുടെ കുടുംബത്തിലെ 2 കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 2 ഭാര്യമാർക്ക് ഫാമിലി പെൻഷൻ തുല്യമായി പങ്കുവെച്ച് കൊടുക്കുന്നതിൽ അനുമതി നൽകും ഇൻ റിലാക്സേഷൻ ടു റെസ്ട്രിക്ഷൻസ് ഇൻ റൂൾ 90 KSR പാർട്ട് 3. അതുകൊണ്ടാണ് ഓൾറെഡി സർവീസിലേക്ക് വരുന്നേക്കാൾ മുമ്പ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന സർക്കാരിനെ അറിയിച്ചാൽ സർക്കാർ ഇങ്ങനൊരു സൗകര്യം ചെയ്തു തരും. ഇല്ലെങ്കിൽ ഈ ജീവനക്കാരന് ഒരുപക്ഷെ സർവീസിലിരിക്കെ അന്തരിക്കുകയാണെങ്കിൽ ഫാമിലി പെൻഷൻ പങ്കുവെച്ച് കൊടുക്കുന്നതിന് നിയമമില്ലാതെ വരികയും തടസ്സമുണ്ടാവുകയും അത് പ്രായോഗികമല്ലാതെ വരികയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവനക്കാരൻ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അയാൾക്ക് വെദർ ഹീ ഈസ് ഹാവിങ് 2 ഫാമിലീസ് എന്നുള്ളവർ എങ്ങനെയാണ് ബോധ്യമാവുക? ഇത് മുൻപ് വളരെ മുൻപ് സർവീസിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു ജീവനക്കാരൻ ജോയിനിങ് റിപ്പോർട്ടിൻ്റെ കൂടെ അദ്ദേഹം ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. ഒരു പുരുഷനാണെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ എന്നൊരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ഒരു പക്ഷേ ഒരു വനിതാ ജീവനക്കാരിയാണെങ്കിലോ അവർ പറയേണ്ടത്, അവരെഴുതി കൊടുക്കേണ്ടത് എനിക്കൊരു ഭർത്താവുണ്ടെന്നും അയാൾക്ക് ഞാനല്ലാതെ വേറെ ഭാര്യമാരില്ല എന്നും ഞാൻ അറിയുന്നു എന്നും ഒരു ഡിക്ലറേഷനും കൂടി ഈ വനിതാ ജീവനക്കാരി എഴുതി കൊടുക്കണം.
ഈ വനിതാ ജീവനക്കാർക്ക് ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടോ എന്നൊരു ചോദ്യം വരുന്നില്ല. കാരണം ഈ റൂൾ ഉണ്ടാകുന്നത് 1958 ഈ 58 സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ലാഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടോ എന്നൊരു ചോദ്യം അത്തരണത്തിൽ അല്ലെങ്കിൽ ആ അവസരത്തിൽ ഉയർന്നു വരാതിരിക്കാനുള്ള കാരണം. എന്തായാലും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണ്ട. കാരണം സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ വക കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി വെളിവാക്കപ്പെടും. അത്രയേറെ കോംപ്രിഹെൻസീവാണ് നമ്മുടെ സർവീസ് ബുക്കുകൾ. അതിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കുടുംബ ഡീറ്റെയിൽസ് എഴുതാനുള്ള പ്രത്യേക പേജുകളും കോളങ്ങളുമുണ്ട്. അതിനേക്കാൾ ഉപരി സർക്കാർ സർവീസിൽ കയറിയ ഉടനെ തന്നെ സർക്കാർ ജീവനക്കാരൻ്റെ കുടുംബക്ഷേമവുമായി ബന്ധപ്പെട്ട സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളിലും ജീവനക്കാരൻ നിർബന്ധമായും അംഗമാകണം. നമ്മുടെ GPF, ഗ്രൂപ്പ് ഇൻഷുറൻസ്, SLI തുടങ്ങിയ എല്ലാ ഫാമിലി വെൽഫെയർ സ്കീമുകളിലും സർക്കാർ ജീവനക്കാരൻ ഷുഡ് ബി കമ്പൽസറിലി എൻറോൾഡ് എന്നാണ് വ്യവസ്ഥ. അങ്ങനെ ഈ പദ്ധതികളിൽ അംഗമാകുമ്പോൾ തൻ്റെ അഭാവത്തിൽ തനിക്ക് കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ആർക്ക് കൊടുക്കണം എന്നുള്ള നോമിനേഷൻ കൊടുക്കണം. ഈ നോമിനേഷനുകളെല്ലാം ഈ സ്കീമിൽ അംഗമാകുന്നതോടുകൂടി തന്നെ പൂരിപ്പിച്ച് സർവീസ് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സർവീസ് ബുക്കുകൾ ഇതിനൊക്കെ പ്രത്യേക പേജുകളുമുണ്ട്. ആ പേജുകളിൽ കൃത്യമായ വിവരങ്ങൾ വരുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാവും: ഈ ജീവനക്കാരന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കുടുംബമില്ല എന്നും ഒന്നിൽ കൂടുതൽ സ്പൗസ് ഇല്ല എന്നുള്ള കാര്യവും ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനെ ബോധ്യമാകും. മൂന്നാമത്തെ കണ്ടീഷൻ, ഒരു സർക്കാർ ജീവനക്കാരൻ്റെ മുൻകാല ചെയ്തികളും സ്വഭാവവും പെരുമാറ്റവുമെല്ലാം സർക്കാർ സേവനത്തിൻ്റെ മഹത്വത്തിന് മാച്ചിങ് ആവണം. The character, conduct and antecedents of a government employee should be fully matching to the grace of government service എന്നാണ് വ്യവസ്ഥ. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിന്, എസ്പെഷ്യലി കേരള ഗവൺമെൻറ് സർവീസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് സർവീസിനൊരു ഗ്രേസ് ഉണ്ട്, ഒരു മഹത്വമുണ്ട്, ഒരു തിളക്കമുണ്ട്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ശുപാർശ ചെയ്ത് വിടുന്ന, അഡ്വൈസ് മെമ്മോ കൊടുത്ത് വിടുന്ന ഒരു വ്യക്തി വെദർ ഹീ ഈസ് മാച്ചിങ് ടു ദ ഗ്രേസ് ഓർ ദ ഗ്ലിറ്ററിങ് നേച്ചർ ഓഫ് ദ ഗവൺമെൻറ് സർവീസ് എന്നുള്ള കാര്യം ഉറപ്പാക്കണം. ഇത് ഉറപ്പാക്കുന്നതിനാണ് നമ്മുടെ പോലീസ് വെരിഫിക്കേഷൻ എന്ന രീതി അവലംബിക്കുന്നത്. പോലീസ് വെരിഫിക്കേഷനിൽ ഇപ്പോൾ കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനമുണ്ട്. എല്ലാ ജില്ലാ പോലീസ് ചീഫിന് കീഴിലും ഇതിനായിട്ട് പ്രത്യേക വിഭാഗമുണ്ട്. അവർ കിട്ടാവുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് കൺസേൺഡ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കും. അതിൽ ഒന്നുകിൽ ഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് അല്ലെങ്കിൽ അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്നാണ് പ്രഖ്യാപിക്കുക. ഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത് എങ്കിൽ സ്വാഭാവികമായും ഈ മൂന്ന് കാര്യങ്ങളും അപ്രകാരം തന്നെ പൂർത്തിയാക്കപ്പെട്ടു. അങ്ങനെ പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, നിയമന അധികാരി, ഈ വ്യക്തിയെ സർവീസിൽ കയറിയ തീയതി മുതൽ ഇയാളെ പൂർണ്ണ അർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരനായി അംഗീകരിച്ച് ഉത്തരവാകും. ഇതിനെയാണ് റെഗുലറൈസേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർ നിയമന ക്രമീകരണം എന്ന് വിവക്ഷിക്കുന്നത്. ഈ ഒരു പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ എ ഗവൺമെൻറ് എംപ്ലോയി ക്യാൻ ബി പ്രൗഡ് ഓഫ് ബീയിങ് എ ഗവൺമെൻറ് എംപ്ലോയി. He can continue to enjoy the benefit to protocol rights and privileges of a government employee. ഈ നിയമന ക്രമീകരണം എന്ന പ്രക്രിയയാണ് ഇയാളെ സർക്കാർ ജീവനക്കാരനായി പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി വാട്ട് ഈസ് മെൻ ബൈ ദിസ് റെഗുലറൈസേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്? റെഗുലറൈസേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെദർ the candidate advised by the Public Service Commission is fit for government service എന്നാണ്. അല്ലാണ്ട് നോട്ട് ഫിറ്റ് ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ടു വിച്ച് ഹീ ഈസ് അപ്പോയിൻറ്റഡ് എന്നല്ല. ആയതിനാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമനം ലഭിച്ച് നിയമനം ക്രമീകരിച്ച വ്യക്തിക്ക് ഇഫ് ഹീ ഈസ് ലക്കി ഇനഫ് ടു ബി അപ്പോയിൻറ്റഡ് ഇൻ അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ PSC ഓർ അതർവൈസ്, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നിയമന ക്രമീകരണം വേണ്ട. കാരണം നിയമന ക്രമീകരണം ഓർ റെഗുലറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെദർ ഹീ ഈസ് ഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് ഓർ നോട്ട് എന്നാണ്, അല്ലാതെ നോട്ട് ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വിച്ച് ഹീ ഈസ് അപ്പോയിൻറ്റഡ് എന്നല്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ചിലപ്പോൾ ഇതൊരു പ്രക്രിയ, ഒരു കണ്ടിന്യൂഡ് പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു നിയമനത്തിലിരിക്കെ, ഗവൺമെൻറ് സർവീസിലിരിക്കെ അവിടെ നിന്ന് റിലീവ് ചെയ്ത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുമ്പോഴും വീണ്ടും
ഈ പ്രക്രിയകൾക്കായി പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി വീണ്ടും റിക്വസ്റ്റ് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത് സത്യത്തിൽ വേണ്ടാത്തതാണ്. കാരണം ഹീ ഈസ് ഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്നുള്ള കാര്യം ഹാസ് ഓൾറെഡി ബീൻ കൺഫേംഡ് ബൈ ദ പ്രീവിയസ് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസ് എന്നുള്ളതിനാൽ രണ്ടാമതൊരു നിയമന ക്രമീകരണത്തിൻ്റെ ആവശ്യമില്ല. യെസ്, ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ഹീ ഈസ് അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന് കണ്ടാലോ? അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടുള്ള വെരിഫിക്കേഷൻ റിപ്പോർട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും സർവീസിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹി ഹാസ് ബീൻ ഫൗണ്ട് ടു ബി നോട്ട് ഫിറ്റ് ഫോർ ദ ഗ്രേസ് ഓഫ് ഗവൺമെൻറ് സർവീസ് എന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അയാളെ നിയമനം കിട്ടിയ ആ വ്യക്തിയെ സേവനത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അയാളെ വെറുതെ ഓൾ ഓൺ സഡൻ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സച്ച് എ ടെർമിനേഷൻ ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺലി ബൈലാറ്ററലി. ഏകപക്ഷീയമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഒരിക്കലും ഒരു വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. അത് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് പറയാനുള്ളതും കൂടി കേട്ട് ദ പണിഷ്മെൻറ്റ് ഓർ ദ ഡിസിഷൻ ഷാൽ ബി ടേക്കൺ ബൈലാറ്ററലി. രണ്ടു കൂട്ടരും ഇടപെട്ടുകൊണ്ട് രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ഡിനയൽ ഓഫ് നാച്ചുറൽ ജസ്റ്റിസായി മാറാം. അപ്പോൾ ഇയാൾക്കൊരു നോട്ടീസ് കൊടുക്കേണ്ടി വരും. ഇന്നതാണ് കാര്യം, ആൻഡ് ആസ് പെർ ദ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് യു ഹാവ് ബീൻ റിപ്പോർട്ടഡ് ടു ബി അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ്, സോ വി ആർ ഗോയിങ് ടു ടെർമിനേറ്റ് യു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് വൈ ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദിസ് എംപ്ലോയി ഓർ ദിസ് കാൻഡിഡേറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന് അയാളോട് പറയണം. ഈ വ്യക്തിയോട് പറയണമെങ്കിൽ നമുക്കതറിയില്ല, ഡിപ്പാർട്ട്മെൻറ്റ് അറിയില്ല. കാരണം പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ഈസ് അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന ഒരു പരാമർശമേ കാണുകയുള്ളൂ. സോ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി പോലീസ് അതോറിറ്റീസിന് വീണ്ടും കത്ത് കൊടുക്കും. നിങ്ങൾ ഇന്ന ഡേറ്റിൽ നിങ്ങൾ ഇന്ന റിപ്പോർട്ടിൽ ഇന്ന ആൾ ഹാസ് ബീൻ റിപ്പോർട്ടഡ് ടു ബി അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ്. Please convey why and how the police department has come to the conclusion that this man is unfit for government service എന്ന് എഴുതി ചോദിക്കുമ്പോഴാണ് പോലീസിൽ നിന്ന് മറുപടി കിട്ടുക. ഇയാൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ, ഇയാൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, അതിലെ വിവിധ ഇന്ത്യൻ പീനൽ കോഡുകളിലെ ചട്ടങ്ങൾ, അതിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ്, ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് വീണ്ടും കിട്ടും. ഈ ഇൻഫർമേഷനും കൂടി കാണിച്ചുകൊണ്ട് ദ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഇഷ്യൂ എ നോട്ടീസ് ടു ദി കൺസേൺഡ് എംപ്ലോയി. അയാളിൽ നിന്നൊരു മറുപടി സ്വീകരിക്കും. ഈ മറുപടി ഓട്ടോമാറ്റിക്കലി തൃപ്തികരമായിക്കൊള്ളണമെന്നില്ല, തൃപ്തികരമാവാനുള്ള സാധ്യതയും കമ്മിയാണ്. കാരണം അയാൾ ഇൻവോൾവ് ചെയ്ത ക്രിമിനൽ കേസുകളിൽ അത് തീരുമാനമായി വരുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും അയാൾ പറയുന്ന മറുപടി സ്വീകാര്യമാകുന്ന സാഹചര്യമില്ല. എനിവേ അയാളുടെ റിപ്പോർട്ടും അയാളുടെ റിപ്ലൈ ഓർ സ്റ്റേറ്റ്മെൻറ്റ് സ്വീകരിച്ചതിന് ശേഷം, എക്സ്പ്ലനേഷൻ കിട്ടിയതിന് ശേഷം ദ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഇഷ്യൂ ആൻ ഓർഡർ ടെർമിനേറ്റിംഗ് ദ എംപ്ലോയി ഫ്രം സർവീസ് ഫോർ ദ റീസൺ ദാറ്റ് ഹി ഹാസ് ബീൻ റിപ്പോർട്ടഡ് ടു ബി അൺഫിറ്റ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കും. സ്വാഭാവികമായും അതോടുകൂടി അയാൾ സേവനത്തിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് സാധാരണ നിലയിൽ നിയമന ക്രമീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ഡിലേ. കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ ഏതാണ്ട് 5.15 ലക്ഷം ജീവനക്കാരുള്ളതിൽ ആരുടെയും നിയമന ക്രമീകരണം അനന്തമായി വൈകിപ്പോയിട്ടില്ല. ഏതുവരെ? ഏതാണ്ട് ഡിസംബർ 2010 വരെ. വളരെ ഒറ്റപ്പെട്ട കേസുകളിൽ മാത്രമേ നിയമന ശുപാർശ, റെഗുലറൈസേഷനോ അപ്പോയിൻമെൻറ്റ് ക്രമാതീതമായി വൈകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഡിസംബർ 2010 ഗവൺമെൻറ് ജീവനക്കാരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം വയനാട് കളക്ടറേറ്റിൽ ഉണ്ടാവുകയും വയനാട് കളക്ടറേറ്റിലെ ഒരു അഭിലാഷ് എന്നൊരു LD ക്ലർക്ക് അദ്ദേഹം കൃത്രിമമായ ഒരു നിയമന ശുപാർശ ഉണ്ടാക്കി തൻ്റെ സുഹൃത്തിന് കൊടുക്കുകയും അതിൻ്റെ കോപ്പി വയനാട് കളക്ടർക്ക് അയക്കുകയും വയനാട് കളക്ടറിൽ നിന്ന് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ വെളിച്ചത്തിൽ ഇയാൾ നിയമിതനാവുകയും കുറേ കാലം ജോലിയിൽ തുടരുകയും ചെയ്തു. പക്ഷേ കൃത്രിമമായ മാർഗങ്ങളിലൂടെ ജോലി നേടിയാൽ എങ്ങനെയായാലും ദാറ്റ് വിൽ കം ഔട്ട് ഓൺ എ ലേറ്റർ ഡേറ്റ്. അതവിടെയും സംഭവിച്ചു. അങ്ങനെ ഇയാൾ തെറ്റായ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ബോധ്യമായി. അഭിലാഷിനെയും അയാളുടെ കൃത്രിമമായ ഫേക്ക് അപ്പോയിൻമെൻറ്റ് നിയമന ശുപാർശയിലൂടെ നിയമനം കിട്ടിയ ആ വ്യക്തിയെയും
ഡിപ്പാർട്ട്മെൻറ്റ് സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 2010 വാട്ട് ഈസ് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ് വി ഡോണ്ട് നോ. പക്ഷേ എന്നിരുന്നാലും ഇത് ബാക്കിയുള്ള ജീവനക്കാർക്ക് ഒരു പ്രശ്നമുണ്ടാക്കി. അന്ന് വരെ ഏതാണ്ട് ഡിസംബർ 31/12/2010 വരെ ഈ 3 കാര്യങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് കൺഫേം ചെയ്തുകൊണ്ട് ഒരാളുടെ നിയമനം ക്രമീകരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി 1/1/2011 മുതൽ നിയമന ക്രമീകരണത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ടും ആവശ്യമാണ് എന്ന് ഉത്തരവിറക്കി. ഇത് കുറേ ടൈം കൺസ്യൂമിംഗ് ആയ കാര്യമാണ്. എന്തുകൊണ്ടാണ് ടൈം കൺസ്യൂമിംഗ് ആവാൻ കാരണം? നിയമനം കിട്ടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പട്ടത്തുള്ള അവരുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകണം എന്നാണ് വ്യവസ്ഥ. അവിടെ ചെന്ന് അവരുടെ ബയോമെട്രിക് ഡാറ്റയും പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷനും എല്ലാം ലൊക്കേറ്റ് ചെയ്ത് ഇവർക്ക് കിട്ടിയ നിയമനം കൃത്രിമമല്ലെന്നും അർഹതപ്പെട്ടതാണെന്നും ജെന്യൂയിൻ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നിയമനം ക്രമീകരിക്കാൻ പറ്റൂ. ഇത് അനന്തമായി കാലതാമസങ്ങൾ വരുത്തുന്നതിനാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കാര്യം ചെയ്തു, എല്ലാവരും സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അതത് ജില്ലാ മേധാവികളെ കണ്ടാൽ മതിയെന്നായി. അപ്പോൾ പ്രശ്നം കുറേയും കൂടി ലഘൂകരിച്ചു. ഇതിന് ജീവനക്കാരൻ ലീവ് എടുത്ത് സ്വന്തം ചിലവിൽ പോയി പരിശോധന കഴിഞ്ഞ് തിരികെ വരണമെന്നായിരുന്നു വ്യവസ്ഥ. 2013 ഗവൺമെൻറ് അതും ലളിതവൽക്കരിച്ചു. ഇങ്ങനെ പോകുന്നതിന് ലീവ് എടുക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ചെലവും സർക്കാർ തരാമെന്നായി. കാരണം ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് 1/1/2011 ശേഷം നിയമന ക്രമീകരണം എന്നുള്ളത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപക്ഷേ അനന്തമായി വൈകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിയമപ്രകാരം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം 1/1/2011 മുതൽ ഫോർ റെഗുലറൈസേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഓഫ് ദ PSC ഈസ് ആൾസോ കമ്പൽസറി എന്ന് നിയമം ഉണ്ടെങ്കിലും നിയമന ക്രമീകരണം എന്ന പ്രോസസ്സ് ഗവൺമെൻറ് ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് 6 മാസത്തിനുള്ളിൽ നടത്തണം. അതാണ് ദ പ്രോസസ് ഓഫ് regularization of appointment should be completed within 6 months from the date of joining in government service എന്നാണ് വ്യവസ്ഥ. 6 മാസം കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? 6 മാസം കഴിഞ്ഞിട്ടും നിയമനം ക്രമീകരിച്ചില്ല എങ്കിൽ ഇയാൾക്കെതിരെ ഒരു പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയെന്ന് കരുതുക. however grave it may be, however what to say against the employee ആണെങ്കിൽ പോലും ജീവനക്കാരനെതിരെ വളരെയേറെ ദ്രോഹമായ അല്ലെങ്കിൽ ദോഷമുണ്ടാക്കുന്ന കമൻറ്റുകളോട് കൂടിയ റിപ്പോർട്ടാണെങ്കിലും ഹൗവർ ഗ്രേവ് ഇറ്റ് മേ ബി ഡിപ്പാർട്ട്മെൻറ്റ് അയാളെ പിരിച്ചുവിടും. പക്ഷേ കോടതി സമ്മതിക്കില്ല. കാരണം ഒരു കണ്ടീഷൻ്റെ വ്യവസ്ഥയിൽ ഒരു ജീവനക്കാരനെ നിയമിച്ചാൽ ആ വ്യവസ്ഥ മിനിമം പീരീഡിനുള്ളിൽ പൂർത്തിയാക്കണം. മാക്സിമം 6 മാസത്തിനുള്ളിൽ നിയമനം ക്രമീകരിക്കാത്ത സാഹചര്യത്തിൽ അയാൾക്കെതിരെ എന്ത് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നാലും അയാളെ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടും. പക്ഷേ കോടതി അയാളെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടും. ബിക്കോസ് ഹി ക്യാൻ ക്ലെയിം ദ ബെനിഫിറ്റ് ഓഫ് ടൈം ലിമിറ്റ്. അതിൻ്റെ അർത്ഥം ഇയാൾക്കെതിരെ ചാർജ് ചെയ്ത പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു എന്നല്ല. അതൊക്കെ പിന്നീട് തീരുമാനിക്കും. വാട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ ഈസ് ടു ബി ടേക്കൺ അഗൈൻസ്റ്റ് സച്ച് എംപ്ലോയി ഷാൽ ബി ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ആസ് ടു ഹൗ ദ ഓണറബിൾ കോർട്ട് ഓഫ് ലോ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ എങ്ങനെയാണ് കോടതികൾ ഡിസ്പോസ് ചെയ്യുന്നത് അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ എടുക്കുക. അല്ലാതെ അയാൾ ഈ കേസുകളിൽ നിന്ന് മോചിതനാവുന്നില്ല. പക്ഷേ അയാൾക്ക് കിട്ടിയ നിയമനത്തിൽ തുടരാൻ അയാൾക്ക് പറ്റും. അയാളെ അതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, അയാളെ റിട്രഞ്ച് ചെയ്യണമെങ്കിൽ, സേവനത്തിന് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ നിയമന ക്രമീകരണവുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഫോർമാലിറ്റീസ് 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. എന്തായാലും കേരളത്തിൽ വളരെ റെയർ കേസുകളിൽ മാത്രമേ ഇത് വൈകുകയും പിന്നീട് കോംപ്ലിക്കേറ്റഡായ ഇഷ്യൂയും വരുന്നുള്ളൂ. പക്ഷേ ഇതിലൊരു തൊന്തരവുണ്ട്. ക്രിമിനൽ കേസുകളിലൊക്കെ ഉൾപ്പെട്ട് നിയമനം കിട്ടിയ ജീവനക്കാർക്ക് ഇത് ചില സമയത്തിലൊരു ലൂപ്പ് ഹോൾസായിട്ട് മാറും. കാരണം 6 മാസം വരെ ഈ നിയമന ക്രമീകരണം നീണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരെ എന്ത് ക്രിമിനൽ കേസ്, ഒരു പക്ഷേ നാഷണലി ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ വേജിങ് വാർ അഗൻസ്റ്റ് ഓൺ കൺട്രി, സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽപ്പെട്ട ആളാണെങ്കിലും ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അയാളെ പിരിച്ചുവിട്ടാലും കോടതി ഈ ബെനിഫിറ്റ് ഓഫ് ടൈം ലിമിറ്റ് വെച്ച് അയാളെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടും. പിന്നെ അയാൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരുന്നത് അയാൾക്കെതിരെയുള്ള കേസുകൾ എങ്ങനെ തീർപ്പാക്കപ്പെടുന്നു എന്നതിൻ്റെ മെറിറ്റിലാണ്. അപ്പോൾ ഈ ഒരു നിയന്ത്രണം
ചില കേസുകളിലെങ്കിലും ചില അത്തരം ജീവനക്കാർക്ക് ഗുണമായി വരുന്നു എന്നൊരു ലൂപ്പ് ഹോൾസും ഈ സർവീസ് റൂളുകളിൽ ഉണ്ട്. ഇതാണ് റൂൾ 10B പൊതുവെയുള്ള വ്യവസ്ഥ. ഇതറിഞ്ഞോ അറിയാതെയോ പാലിച്ചു പോവും. അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ നിയമനം ക്രമീകരിച്ചു വാങ്ങുക എന്നുള്ളത് നിയമനം കിട്ടി സർവീസിൽ പ്രവേശിച്ച എല്ലാ ജീവനക്കാരുടെയും കൂടി ബാധ്യതയാണ്. ഈവൻ ദോ ദ റെഗുലറൈസേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ഈസ് ദ ഹെഡേക്ക് ഓഫ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, അത് വൈകിയാലുണ്ടാകുന്ന നഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും ജീവനക്കാരനാണ് ബാധ്യസ്ഥനാവുക എന്നതിനാൽ ജീവനക്കാരൻ ഇതിനെതിരെ വളരെ വിജിലൻ്റ് ആവണം. അയാൾ പബ്ലിക് സർവീസ് കമ്മീഷനുമായി കോൺടാക്റ്റ് ചെയ്യണം. ഇതുവരെ വെരിഫിക്കേഷന് വിളിച്ചിട്ടില്ല എങ്കിൽ ജീവനക്കാർ പബ്ലിക് സർവീസ് കമ്മീഷനുമായി കോൺടാക്റ്റ് ചെയ്യണം. കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങളെ നേരിട്ട് വിളിക്കണം എന്ന വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടക്കമാണ് PSCക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ കണക്റ്റഡ് റെക്കോർഡ്സുകൾ അയച്ചു കൊടുക്കുക. സോ യു ഷുഡ് ബി വെരി വിജിലൻ്റ് അഗൻസ്റ്റ് സച്ച് തിങ്സ്. അതർവൈസ് നമുക്കൊരു പക്ഷേ ചിലപ്പോൾ കിട്ടേണ്ട ചില സർവീസ് നേട്ടങ്ങൾക്ക് ഇത് ഒരു തടസ്സമായി വന്നേക്കാം. ഇതാണ് റൂൾ 10B വ്യവസ്ഥ. എന്താണ് റൂൾ 3C അഥവാ 3C? ഈ റൂൾ 3C പബ്ലിക് സർവീസ് കമ്മീഷന് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നൽകുന്ന അനന്തമായൊരു അധികാരമാണ്. എന്തിനാണ് ഇങ്ങനൊരു അധികാരം കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്? ഇപ്പോൾ നമുക്കറിയാം, പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരാൾക്ക് നിയമന ശുപാർശ കൊടുക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയിലെ അയാളുടെ പെർഫോമൻസിൻ്റെ വെളിച്ചത്തിലും അതോടൊപ്പം ദ ഇൻഫർമേഷൻ സപ്ലിമെൻറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് അലോങ് വിത്ത് ഹീസ് അപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ നിയമനങ്ങളിൽ 50% റിസർവേഷനും ഓർ കമ്മ്യൂണിറ്റി റൊട്ടേഷൻ ബാധിച്ചുകൊണ്ടും 50% മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഈ കമ്മ്യൂണിറ്റി റൊട്ടേഷനിൽ 50%-ൻ്റെ 20% SC/ST-ക്കാർക്കും ബാക്കിയുള്ളത് OBC അഥവാ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസുമാണ്. ഇതിൻ്റെ ഡിവിഷനല്ല ആരെല്ലാമാണ് OBCയിൽ പെടുന്നത്, ഇത് ഏതെല്ലാം ജാതിക്കാരാണ് OBC ഉൾപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മധ്യ കേരളത്തിലും ഈ വ്യത്യസ്ത ജാതികൾ ഏതെല്ലാം പേരിലാണ് അറിയപ്പെടുന്നത്, ഇതിൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ജാതികൾക്ക് ഏതെല്ലാം തരം സ്പെല്ലിംഗ് വ്യതിയാനം വരാം, ഇതൊക്കെ നമ്മുടെ KS&SSRലെ റൂൾ നമ്പർ 14 മുതൽ റൂൾ നമ്പർ 17 വരെയുള്ള കാര്യങ്ങളിൽ വളരെ കണിശമായും വിശദമായും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി റൊട്ടേഷൻ പാലിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണ്, കമ്മ്യൂണിറ്റി റൊട്ടേഷനിൽ എങ്ങനെയാണത് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നീക്കി വെച്ച നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും 2 തവണ നോട്ടിഫിക്കേഷൻ വിളിക്കണമെന്നും ഈ 2 തവണ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടും വേണ്ടത്ര ആ വിഭാഗത്തിൽപ്പെട്ടവരെ ലഭിച്ചില്ലെങ്കിൽ മാത്രം അത് OBCയിലെ കോമൺ ലിസ്റ്റിൽപ്പെടുത്തുക, ആ ലിസ്റ്റിൽ OBCയിൽ ആരുമില്ലെങ്കിൽ അത് SC/ST-ക്കാർക്ക് കൊടുക്കുക എന്നതാണ് അംഗീകരിക്കുന്ന നടപടിക്രമം. ഇങ്ങനെയാണെങ്കിലും KS&SSRലെ ചട്ടങ്ങളിൽ ഒരു വിഭാഗത്തിന് റിസർവ് ചെയ്ത ആൾക്കാർക്ക് ഈ നടപടികൾ പൂർത്തിയാക്കിയിട്ട് ആ വിഭാഗത്തിൽപ്പെട്ടവരെ ലഭിച്ചില്ലെങ്കിൽ അത് OBCയിലെ കോമണിലേക്കും OBCയിൽ ആൾക്കാരില്ലെങ്കിൽ SC/ST-യിലേക്കും കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ പക്ഷേ കോടതികൾ സമ്മതിക്കില്ല. കോടതികളുടെ ഒരു അഭിപ്രായം, ഒരു വിഭാഗത്തിന് നിർദ്ദേശിക്കപ്പെട്ടത് എന്നാണോ അവർ ലഭ്യമായി വരുന്നത് അതുവരെ അവർക്ക് വേണ്ടി റിസർവ് ചെയ്യണം എന്നാണ് കോടതികളുടെ ഭാഷ്യം. പക്ഷേ കോടതി ഒരിക്കലും ആ പോസ്റ്റുകൾ അതുവരെ ഓപ്പണായി വെക്കണമെന്നോ വേക്കൻ്റായി വെക്കണമെന്നോ ആവശ്യപ്പെടില്ല. പോസ്റ്റ് ഫില്ല് ചെയ്യാം, പക്ഷേ വെൻ എ സൂട്ടബിൾ കാൻഡിഡേറ്റ് കംസ് ഇൻ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബാധ്യത ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം എന്ന വ്യവസ്ഥയിൽ വേറൊരാളെ നിയമിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. ഈ മെറിറ്റിൽ എപ്പോഴും ആദ്യം മെറിറ്റ് പിന്നെ റിസർവേഷൻ്റെ പാറ്റേണൊക്കെ കൃത്യമായിട്ട് റൂളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നിയമനം കൊടുക്കേണ്ടത് ഓപ്പൺ മെറിറ്റാണ്, അഥവാ OC ഓപ്പൺ കോമ്പറ്റീഷനാണ്, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു SC/ST-യിൽപ്പെട്ട ഒരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തെറ്റി നിയമനം കൊടുത്തതാണ് എന്നല്ല. റിസർവേഷൻ പ്രകാരം നിയമനത്തിന് അർഹതയുള്ള ആൾക്കാർക്ക് 2 രീതിയിൽ നിയമനം ലഭിക്കാം. ഒന്ന് റിസർവേഷൻ ബേസിലും രണ്ടാമത്തത് ഓപ്പൺ മെറിറ്റിൻ്റെ ബേസിലും ലഭിക്കാം. അപ്പോൾ അങ്ങനെ ഓപ്പൺ മെറിറ്റിൻ്റെ ബേസിൽ ഒരാൾക്ക് ഒരു റിസർവേഷൻകാരന് നിയമനം ലഭിച്ചാൽ അവർക്കായി മാറ്റിവെച്ച റിസർവേഷനെ അത് ബാധിക്കുകയില്ല, അത് ഓപ്പണായി തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് റിസർവേഷൻ്റെ കാര്യത്തിൽ KS&SSRലെ റൂൾ നമ്പർ 14 മുതൽ റൂൾ നമ്പർ 17 വരെ വ്യവസ്ഥപ്പെടുന്ന കാര്യങ്ങൾ.
ഇനി ഈ റൊട്ടേഷൻ്റെ കാര്യത്തിൽ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ റൊട്ടേഷൻ്റെ പാറ്റേൺ അല്ല, ലാസ്റ്റ് ഗ്രേഡ് ഒഴികെ ബാക്കിയുള്ള ആൾക്കാരുടെ പാറ്റേൺ. ഇതെല്ലാം KS&SSRൽ കണിശമായി പറയുന്നുണ്ട്. ഇതിൽ KS&SSRലെ റൂൾ നമ്പർ 14 ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനിൽ റിസർവേഷൻ നമ്പർ പ്രഖ്യാപിക്കാതെ പിന്നീട് PSC ലിസ്റ്റ് ആകുമ്പോൾ PSCയോ സർക്കാരോ ഇതിൻ്റെ അകത്തേക്ക് റിസർവേഷൻ തിരികെ കയറ്റാറുണ്ട്, പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് പാടില്ല എന്നാണ് റൂൾ 14 വ്യവസ്ഥ. ഇഫ് എനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആർ ടു ബി ഫിൽഡ് ഇൻ ബൈ കമ്മ്യൂണിറ്റി റൊട്ടേഷൻ ദാറ്റ് ഫാക്ട് ഈസ് ടു ബി സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ഇറ്റ്സെൽഫ് എന്നാണ് റൂൾ 14 പറയുന്ന നിബന്ധന. കാരണം പിന്നീട് അതിലേക്ക് ഒരു മാൽ പ്രാക്ടീസ് വരാതിരിക്കാൻ, മാനിപ്പുലേഷൻ വരാതിരിക്കാനുള്ള ഒരു മുൻഗണനയാണ്. അപ്പോൾ ഒരു ജീവനക്കാരൻ ഒരു കാൻഡിഡേറ്റ്, ഒരു ഉദ്യോഗാർത്ഥി പബ്ലിക് സർവീസ് കമ്മീഷനോട് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതിൽ അയാൾ പറയുന്നു ഹി ബിലോങ്സ് ടു എ റിസർവേഷൻ കാറ്റഗറി ആൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ഹിസ് ക്ലെയിം അയാളൊരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഹി ഈസ് റിക്രൂട്ടഡ് ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് എൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ, ഹി ഈസ് റിപ്പോർട്ടിംഗ് ബിഫോർ എൻ ഓഫീസർ, ഹി ഈസ് കണ്ടിന്യൂയിങ് ടു ബി എ ഗവൺമെൻറ് എംപ്ലോയി ആൻഡ് ഹി ഈസ് ഡ്രോയിങ് ഹിസ് പേ ആൻഡ് അലവൻസസ്. ഇങ്ങനെയാണെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻ കുറേ കഴിയുമ്പോൾ ബോധ്യമാകുന്നു ഇയാൾ പറഞ്ഞത് നുണയാണ്. ഇയാൾ അപ്ലിക്കേഷൻ്റെ കൂടെ തന്ന സോ കോൾഡ് സർട്ടിഫിക്കറ്റ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് വൺ, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ബോധ്യമായാൽ പബ്ലിക് സർവീസ് കമ്മീഷന് കൊടുക്കുന്ന നിയമന ശുപാർശ എപ്പോൾ വേണമെങ്കിലും റദ്ദ് ചെയ്യാം. ദാറ്റ് ഈസ് ഈവൻ ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്നാണ് PSCക്ക് ബോധ്യമാവുന്നതെങ്കിൽ അപ്പോൾ അത് റദ്ദ് ചെയ്യാം. പക്ഷേ അവിടെയും ഒരു ഈ നാച്ചുറൽ ജസ്റ്റിസ് കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി PSC എന്ത് ചെയ്യണം? PSC ആൾക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ ഇന്ന ഡേറ്റിൽ അപ്ലിക്കേഷൻ തന്നിരുന്നു, അതിൽ നിങ്ങളൊരു റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് ക്ലെയിം ചെയ്തിരുന്നു, ആൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ക്ലെയിം യു ഹാഡ് സപ്ലിമെൻറ്റഡ് സർട്ടിഫിക്കറ്റ് വിത്ത് യുവർ അപ്ലിക്കേഷൻ. നിങ്ങളുടെ PSC പരീക്ഷയിലെയും അതിൻ്റെ പെർഫോമൻസും ഈ റൊട്ടേഷൻ്റെയും വെളിച്ചത്തിൽ നിങ്ങൾക്ക് നിയമനം കിട്ടി. Now the PSC has come to know that you do not belong to the reservation category and the certificate supplemented with application is a fake one. So we are going to terminate you. We are going to cancel the advice memo given to you എന്നൊരു നോട്ടീസ് കൊടുക്കും. അതിന് ഇയാളുടെ കയ്യിൽ നിന്നൊരു മറുപടി കിട്ടും. മറുപടി അറിയാൻ സ്വീകാര്യമായി കൊള്ളണമെന്നില്ല, കാരണം അയാൾക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ ഒരിക്കലും ഡു നോട്ട് സ്റ്റാൻഡ് ടു റീസൺ, അത് യുക്തിക്ക് യോജിക്കുന്നതാവില്ല. അപ്പോൾ അതിനെ തുടർന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇയാൾക്ക് കൊടുത്ത നിയമന ശുപാർശ റദ്ദ് ചെയ്യും. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് സച്ച് ക്യാൻസലേഷൻ വിൽ ഗോ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസ് വിൽ ടെർമിനേറ്റ് ദ എംപ്ലോയി. ഇതിനെതിരെ ഇയാൾക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ റൂൾ 10B റൂൾ 3C നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകൾ അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് ഇയാൾക്ക് നിയമനം കൊടുക്കുന്നത്, നിയമന ശുപാർശ കിട്ടുന്നത്, ഇയാൾ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ഇത് സഹിച്ച് സേവനത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട സാഹചര്യം വരും. കേരളത്തിൽ ഇത്തരം ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇല്ലാത്ത വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ജോലി ലഭിച്ച് വളരെ ഉന്നതമായ തസ്തികയിലെത്തിയ ആൾക്കാരൊക്കെ പിന്നീട് PSCയുടെ ഈ പരിശോധനയിൽ തെറ്റാണ് തെളിയുകയും അവർക്കൊക്കെ ദയനീയമായ രീതിയിൽ സേവനത്തിൽ നിന്നും പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുമുണ്ട്. ഇതിലൊരു റെസ്ട്രിക്ഷൻ ഉള്ളത്, if an irregular appointment takes place due to the negligence, fault or mistake from the part of PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റിനെ തുടർന്ന്, ഒരു അപാകതയെ തുടർന്നാണ് ഇത്തരം ഒരു ഫേക്ക് നിയമനം വരുന്നത് എങ്കിൽ അത്തരം നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ 1 കൊല്ലത്തിനുള്ളിൽ സ്വമേധയാ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇറഗുലർ നിയമനം കിട്ടിയ ആൾക്കെതിരെ ഒരു നിയമ നടപടികളും പറ്റാതെ വരും. ഇങ്ങനെയാണ് പബ്ലിക് സർവീസ് കമ്മീഷന് മിസ്റ്റേക്ക് വരാം. അത് സാധാരണ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിവെച്ച ഒരാളെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിയമനം കൊടുക്കാം. അത് പിന്നീടാണ് ബോധ്യമാവുക. ഒരേ പേരിൽ 2 ആൾക്കാരുണ്ടാവും, A കൃഷ്ണകുമാറും ഉണ്ടാവാം, B കൃഷ്ണകുമാറും ഉണ്ടാവാം. ഇൻസ്റ്റെഡ് ഓഫ് അഡ്വൈസിങ് B കൃഷ്ണകുമാർ, ദ അഡ്വൈസ് ഗോസ് ഇൻ ഫേവർ ഓഫ് A കൃഷ്ണകുമാർ. ഒരു പക്ഷേ B കൃഷ്ണകുമാറിന് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചില്ലെങ്കിൽ നിയമനം പോലും ലഭിക്കുമായിരുന്നില്ല എന്നായിരിക്കാം സാഹചര്യം. പക്ഷേ ഈ മിസ്റ്റേക്ക്, ദാറ്റ് ദ അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ ഗിവൺ ടു B കൃഷ്ണകുമാർ അഗേൻസ്റ്റ് A കൃഷ്ണകുമാർ എന്നുള്ള മിസ്റ്റേക്ക് PSC തന്നെ ഈ ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് 1 കൊല്ലത്തിനുള്ളിൽ കണ്ടെത്തി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ B കൃഷ്ണകുമാറിനെ പിരിച്ചുവിടാൻ നിയമം അനുവദിക്കില്ല. സച്ച് ഇറഗുലർ
recruitment or appointment is to be located by the PSC within a period of 1 year of the employee join in duty. Otherwise, അയാൾക്കെതിരെ ലീഗൽ പ്രൊസീഡിങ്സ് ബിക്കംസ് ഇമ്പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ PSC വളരെ വിജിലൻ്റാണ്, വളരെ ഇമ്പക്കബിളാണ്. എന്നാലും PSC പറ്റാൻ കാരണം അത്രയേറെ വിഭാഗം ആൾക്കാരെയാണ് നിയമിച്ചു വിടുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ഒറിജിനലിനെ പോലും വെല്ലുന്ന അത്രയും കുറ്റമറ്റ രീതിയിൽ അത്രയും പ്രോപ്പറായിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകളും മറ്റും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ PSC ഈ കാര്യത്തിൽ അവരുടേതായ ചില സ്ട്രാറ്റജിയൊക്കെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ ആയതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് കുറേയേറെ പരിഹാരങ്ങൾ വരും എന്നാണ് വ്യവസ്ഥ. എനിവേ ഈ 2 റൂളുകളും എല്ലാ സർക്കാർ ജീവനക്കാർക്കും ബാധകമാണ്. ഏത് രീതിയിൽ നിയമനം കിട്ടിയാലും ഇത് ബാധകമാണ്. ഡയറക്റ്റ് നിയമനം കിട്ടിയാലും ബൈ ട്രാൻസ്ഫർ നിയമനം കിട്ടിയാലും ഡൈൻഹാർനസ് ആയാലും ഒരുപക്ഷെ ഗവൺമെൻറ് ത്രൂ കളക്ടറിലൂടെ നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയാലും സ്പോർട്സോ മറ്റേതെങ്കിലും പ്രത്യേക കോട്ടയിൽ നിയമിച്ചാലും ദ പ്രൊവിഷൻസ് contemplated in Rule 3C and Rule 10B are fully and equally applicable to all government employee in its true spirit and letter. ഇതേപോലെ സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും സർവീസിൽ ഗുണമുള്ളൊരു റൂളാണ് ഇതിലെ റൂൾ 8. ഇത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെ സർവീസുകളിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എടുത്തവരായിരിക്കാം. നമുക്ക് പലപ്പോഴും അങ്ങനെയാണല്ലോ, റൂൾ എന്താണെന്ന് അറിയാതെ തന്നെയായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് സുവോ സ്വമേധയാ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. എന്താണ് റൂൾ 8 പറയുന്നത്? ദ ആബ്സെൻസ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി in any class, cadre or category shall not be a disqualification for the service benefits he may get otherwise. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തസ്തികയിൽ ഒരു ജീവനക്കാരൻ്റെ അഭാവം അയാൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്ന സേവനാനുകൂല്യങ്ങൾക്ക് തടസ്സമല്ല. എന്താണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി? ഒരു സർവീസിലിരിക്കെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയാൾ ചേക്കേറിയാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ വരുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അസസ് ചെയ്യുന്നത് അയാൾ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു പോയിട്ടില്ലായിരുന്നു എന്ന അനുമാനത്തിലാണ്. ഓൺ ഹിസ് റിപ്പാട്രിയേഷൻ, ഓൺ ഹിസ് റിട്ടേൺ ടു ദ പാരൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ്, ദ ബെനിഫിറ്റ്സ് ടു ബി റീസ്റ്റോർഡ് ടു ദ എംപ്ലോയി, അത് കണക്കാക്കുന്നത് അയാൾ പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന വ്യാജേനയാണ്. സോ ദാറ്റ് മീൻസ് അയാൾ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് യാതൊരു കാരണവശാലും അയാൾക്ക് ലഭിക്കേണ്ട സേവനാനുകൂല്യങ്ങൾക്ക് തടസ്സമല്ല. അപ്പോൾ ഇതിലൊരു ഒരു ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉള്ളത്, ഒരു ക്ലാസ് സർക്കാർ ജീവനക്കാരെ നമുക്കറിയാം 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗസറ്റഡ് എംപ്ലോയീസ് അഥവാ സോ കോൾഡ് സ്റ്റേറ്റ് സർവീസ്, നോൺ ഗസറ്റഡ് എംപ്ലോയീസ് സോ കോൾഡ് സബോർഡിനേറ്റ് സർവീസ്, മൂന്നാമത്തെ വിഭാഗമായ ക്ലാസ് 4 എംപ്ലോയീസ് അഥവാ ലാസ്റ്റ് ഗ്രേഡ് സർവീസ്. ഇത് ഓരോ ഗ്രൂപ്പോ ഓരോ യൂണിറ്റോ ഓരോ ക്ലാസ്സാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് പോയ ആൾക്ക് ആ ക്ലാസ്സിൽ തന്നെ തിരിച്ചു വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് പൊതുവ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നോൺ ഗസറ്റഡ് എംപ്ലോയി ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു പോയി അയാൾ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ അയാളുടെ ജൂനിയേഴ്സോ ഇക്വാലൻ്റോ അയാൾക്കാർ ഗസറ്റഡ് റാങ്കിലേക്ക് മാറിയാൽ നിയമത്തിൻ്റെ ഏറ്റവും ലളിതമായ വ്യവസ്ഥയിൽ പറയുന്നത് അയാൾക്ക് അയാളുടെ ക്ലാസ്സിൽ സബോർഡിനേറ്റ് ക്ലാസ്സിലെ മാക്സിമത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇത് ഒരു ജനറൽ വ്യൂ മാത്രമാണ്. എല്ലാ കേസുകളിലും ഇത് ടോട്ടലി അപ്ലിക്കബിൾ അല്ല. ഒരു നോൺ ഗസറ്റഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിയമനം കിട്ടാൻ ആവശ്യമുള്ള ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിൽ അയാൾക്ക് തിരികെ വരുമ്പോൾ അയാൾ പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ വാട്ട് ഓൾ റാങ്ക് ആൻഡ് പൊസിഷൻ ഹി കുഡ് ഹാവ് ഗോട്ട് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് വ്യവസ്ഥ. അതുകൊണ്ട് അതേ ക്ലാസ്സിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളത് വെറും ഒരു ലിമിറ്റഡ് പർപ്പസിനുള്ള വ്യൂ ആണ്. അല്ലാതെ ഒരു കാരണവശാലും ഇയാൾ നോൺ ഗസറ്റിലിരിക്കെ തിരിച്ചു വരുമ്പോൾ ഗസറ്റിലേക്ക് കിട്ടില്ല എന്നുള്ളതില്ല. ഒരു എക്സാമ്പിൾ കേസിൽ ഇപ്പോൾ ഒരു LD ക്ലർക്കായിരുന്ന ഒരാൾ ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് മാറിപ്പോയി ഒരു 15 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ഒരു സീനിയർ സൂപ്രണ്ടായി ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് ആയാൽ ഓട്ടോമാറ്റിക്കലി ഹീ ഈസ് എലിജിബിൾ ടു ബി അപ്പോയിൻറ്റഡ് ആസ് സീനിയർ സൂപ്രണ്ട് ഓൺ ഹിസ് റിട്ടേൺ. ഇത് സ്വാഭാവികമായും ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് മേഖലയിൽ ഒരു അസ്വാസ്ഥ്യമുണ്ടാക്കും. കാരണം അപ്പോൾ ഇരിക്കുന്ന ഒരു ജൂനിയർ സൂപ്രണ്ട് ഇയാളെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ സീനിയർ സൂപ്രണ്ട് പോസ്റ്റിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന സീനിയർ സൂപ്രണ്ട് ജൂനിയർ സൂപ്രണ്ടാവും. ഒരു ജൂനിയർ സൂപ്രണ്ട് ഒരു മാനേജറോ ഹെഡ് ക്ലർക്കോ ആകും. ഒരു ഹെഡ് ക്ലർക്ക് ഒരു UD ക്ലർക്കാവും, ഒരു UD ക്ലർക്ക് LD ക്ലർക്കാവും, ചിലപ്പോൾ LD ക്ലർക്കിന് റിട്രഞ്ച് ആവേണ്ടി വരും. ഇവർ സ്വാഭാവികമായും കോടതിയിലേക്ക് പോകും. അപ്പോൾ കോടതി എന്താണെന്ന് നോക്കുക.
ഒരു LD ക്ലർക്കായി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയപ്പോൾ അയാളെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നോ എന്നും അങ്ങനൊരു സാഹചര്യം അയാളുടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടും അവിടുത്തെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി അത് ചെയ്യാതെ ഇയാൾക്ക് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുവെന്നും ഹി ഹാസ് ജോയിൻഡ് ഹാൻഡ്സ് വിത്ത് ദ എംപ്ലോയി എന്നും അയാൾ തിരികെ വന്ന് കുറേയേറെ ആൾക്കാർക്ക് സേവനങ്ങളിൽ അസ്വസ്ഥമുണ്ടാക്കാനും അത് കോടതിയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായി എന്നും ആണ് കോടതി നോക്കുക. ഇങ്ങനെ ഒരുപാട് കേസുകളിൽ കോടതി ഡിപ്പാർട്ട്മെൻറ്റിനെയും അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയെയും നിശിതമായി വിമർശിച്ചതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ നിർബന്ധിതനായി. അങ്ങനെയാണ് 14/6/2013 ഒരു GOP നമ്പർ 19/2013 P&ARD പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റഡ് 14/6/13 പ്രകാരം 5 വർഷത്തിനുള്ളിൽ തിരികെ വരുന്നവർക്ക് മാത്രമേ സീനിയോറിറ്റിയും അനുബന്ധ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതുള്ളൂ എന്നും 5 കൊല്ലം കഴിഞ്ഞും വരാം, പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് വരുന്നവരെ അന്ന് ജോയിൻ ചെയ്ത ആളെ പോലെയാണ് ഫോർ ദ ലിമിറ്റഡ് പർപ്പസ് ഓഫ് സീനിയോറിറ്റിക്ക് കണക്കാക്കുക എന്ന് ചട്ടം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക? അതിനാണ് ഇപ്പോൾ നമുക്ക് മൊത്തം പോസ്റ്റുകളിൽ ഏതാണ്ട് 5.15 ലക്ഷം ജീവനക്കാർ, ഏതാണ്ട് 4000 തസ്തികകളിലായിട്ട് 106ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു ജനറൽ അസസ്മെൻറ്റ്. ഇതിൽ ഈ മൊത്തം പോസ്റ്റുകളിൽ നമുക്കറിയാം ടെമ്പററി പോസ്റ്റുകളൊന്നും പെർമനൻറ്റ് പോസ്റ്റുകളൊന്നും രണ്ടായി തിരിച്ചിട്ടാണ് നമ്മുടെ ഈ 5.15 ലക്ഷം തസ്തികകൾ. ബഹുഭൂരിപക്ഷം തസ്തികകളും ടെമ്പററിയാണ്. ഈ ടെമ്പററി തസ്തിക എന്ന് കേൾക്കുമ്പോൾ സാധാരണ പുറമേ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പറയുന്ന ടെമ്പററിയും നമ്മുടെ ടെമ്പററിയും ടോട്ടലി ഡിഫറൻ്റാണ്. അതൊരു സാങ്കേതിക പേര് മാത്രമാണ്. ടെമ്പററി ആയതുകൊണ്ട് നാളെ ഒരാളെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ടെമ്പററി പോസ്റ്റുകൾക്ക് ഒരു തൊന്തരവുണ്ട്. ടെമ്പററി പോസ്റ്റിന് മാക്സിമം 1 വർഷത്തെ ആയുസേ ഉള്ളൂ. 31 മാർച്ച് കഴിയുന്നതോടുകൂടി ദ ലൈഫ് ടൈം ഓർ ദ NOC ആ സർവീസ് തുടരുന്നതിനുള്ള അയാളുടെ അവകാശം 1/31/3 അവസാനിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഈ ടെമ്പററി പോസ്റ്റുകൾ നഷ്ടപ്പെട്ടു പോകണ്ടേ? ലയൺസ് പോർഷൻ ഓഫ് പോസ്റ്റുകളും ടെമ്പററിയാണ്. കേരളം ഉണ്ടായ അന്നുള്ള ടെമ്പററി പോസ്റ്റുകളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് മെക്കാനിസമാണ്? ഗവൺമെൻറ് ഏതാണ്ട് ഏപ്രിൽ മാസത്തെ ശമ്പള ബില്ല് എഴുതേണ്ട സമയമാകുമ്പോഴത്തേക്കും, ഏപ്രിൽ ഒരു 15-16 ആകുമ്പോഴത്തേക്കും മുൻ വർഷങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ടെമ്പററി പോസ്റ്റുകളുടെയും ആയുസ് ലൈഫ് ടൈം 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവാകും. ഇതിനാണ് കണ്ടിന്യൂസ് സാങ്ഷൻ എന്ന സർക്കാർ ഉത്തരവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഗവൺമെൻറ് ഇങ്ങനെ കണ്ടിന്യൂസ് സാങ്ഷൻ ഇഷ്യൂ ചെയ്യുന്ന സമ്പ്രദായം ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തി. കാരണം അന്ന് ഗവൺമെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. മാത്രമല്ല തസ്തികകളുടെ എണ്ണം കുറവാണ്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 50,000 ജീവനക്കാരുണ്ടെങ്കിൽ ഈ 50,000 ജീവനക്കാരെയും നിയമിച്ചത് ഒരു സർക്കാർ ഉത്തരവിൻ്റെ കീഴിലല്ല. ഏതാണ്ട് ചിലപ്പോൾ 100-150 പദ്ധതികളിലായിട്ടായിരിക്കാം ഏതാണ്ട് 40,000-ഓളം വരുന്ന ടെമ്പററി പോസ്റ്റുകളിലേക്ക് നിയമനം കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ 150 വ്യത്യസ്ത പദ്ധതികളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട 40,000 തസ്തികകൾ 1 കൊല്ലത്തേക്ക് ദീർഘിപ്പിക്കണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ഗവൺമെൻറ് 150 ഉത്തരവിറക്കണം. ഇങ്ങനെ ഏതാണ്ട് 106 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉത്തരവിറക്കാമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ പരിപാടി ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ അതിന് പകരം അതിനേക്കാൾ എളുപ്പമുള്ളൊരു രീതിയാണ്, അതായത് നിയമസഭയിൽ ഏതാണ്ട് ഫെബ്രുവരിയിൽ നമുക്ക് നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യണം. മാർച്ച് 15-ാം തീയതിക്കുള്ളിലെങ്കിലും അതൊരു ഫൈനാൻസ് ബില്ലായി പുറത്തു വരണമെന്നൊക്കെയാണ് റൂളുകൾ, ചട്ടങ്ങളിൽ പറയുന്ന വ്യവസ്ഥ. അപ്പം അങ്ങനെ നിയമസഭയുടെ ഫ്ലോറിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് മുൻ കൊല്ലങ്ങളിലുണ്ടായിരുന്ന ഏതെങ്കിലും ടെമ്പററി പോസ്റ്റുകൾ അബോളിഷ് ചെയ്തു എന്ന് ഓപ്പൺ ഫ്ലോറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന മന്ത്രിയോ പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം all temporary posts are deemed to have been allowed to continue in the next financial year also എന്നാണ് ചട്ടം. അപ്പോൾ അങ്ങനെ വലിയ പരിക്കില്ലാതെ ടെമ്പററി പോസ്റ്റുകൾ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ നമ്മുടെ പല സർവീസ് കാര്യങ്ങളിലും കാണാം. അപ്പോൾ ഒരാൾക്ക് മാർച്ച് 20-ാം തീയതി മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെ ഒരാൾക്ക് ലീവിന് അപ്ലിക്കേഷൻ കൊടുത്താൽ ഒരു ടെമ്പററി ജീവനക്കാരൻ്റെ ലീവിന് അനുവദിച്ച ഉത്തരവിൽ ഒരു സർട്ടിഫിക്കറ്റ് കാണാം. certified that he would have continued to officiate in the same post
ബട്ട് ഫോർ പ്രൊസീഡിങ് ഓൺ ലീവ്. അയാൾ ഈ ലീവിലല്ലായിരുന്നുവെങ്കിലും ഈ തസ്തികയെ തുടരുമായിരുന്നു എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാരണം മാർച്ച് 30 ഈ സർവീസിൻ്റെ ദൈർഘ്യം തീർന്നു പോകുന്ന, ലൈഫ് ടൈം കഴിഞ്ഞു പോകുന്ന ഒരു ജീവനക്കാരന് മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ എങ്ങനെയാണ് ലീവ് കൊടുക്കുക? ആ ലീവ് കൊടുക്കുന്നതിനുള്ളൊരു മാനിപ്പുലേഷനാണ്. ഈ ലീവിലല്ലായിരുന്നുവെങ്കിലും അയാൾ മാർച്ച് 31 സേവനത്തെ തുടരുമായിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ടെമ്പററി പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ലീവ് ഗ്രാൻറ്റ് ചെയ്യുക. എന്നാൽ പെർമനൻറ്റ് പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കിട്ടിയ ആൾക്കാർക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം ദേ ആർ ഓൾറെഡി കൺഫേംഡ് ഇൻ ദ പോസ്റ്റ് എന്നാണ് വ്യവസ്ഥ. അപ്പോൾ ടെമ്പററി പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കിട്ടിയാൽ പിന്നെ അയാൾക്ക് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ഓൺ ഗെറ്റിംഗ് കൺഫേംഡ് ടു എ പെർമനൻറ്റ് പോസ്റ്റ് ഹീ ബിക്കംസ് എ ഫുൾ മെമ്പർ. അതാണ് KS&SRലെ റൂൾ 24 പ്രകാരമുള്ള വ്യവസ്ഥ. അപ്പോൾ ഇങ്ങനെ കൺഫർമേഷൻ കിട്ടിയാൽ അയാൾക്ക് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ കോടതി അതാണ് നോക്കുക. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിപ്പോയ ഒരാൾക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് അവിടെ ഒരു പെർമനൻറ്റ് പോസ്റ്റിൻ്റെ LD ക്ലർക്കിൻ്റെ വേക്കൻസി വരികയും അതിലേക്ക് ഇയാൾക്കൊരു കൺഫർമേഷൻ്റെ ഉത്തരവിറക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അയാൾക്ക് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരാനും ഒരു സീനിയർ സൂപ്പറിനെ ജൂനിയർ സൂപ്പറുണ്ടാക്കാനും അങ്ങനെ നെറ്റ്വർക്ക് ഓഫ് ഡിമോഷൻ അഥവാ റിവർഷൻ ഉണ്ടാക്കാവുന്ന അസ്വാരസ്യം ഉളവാക്കുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് കോടതിയുടെ കണ്ടൻഷൻ. അപ്പോൾ അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാത്തത് മൂലമാണ് സംഭവിച്ചത് എന്നാണ് കോടതിയുടെ കണ്ടൻഷൻ. ഈ കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല. ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇല്ലാഞ്ഞത് കൊണ്ടാണല്ലോ നമുക്ക് ആദ്യത്തെ വർഷത്തെ KSR പാർട്ട് 1 റൂൾ 86 KSR പാർട്ട് 1 റൂൾ 86 പ്രകാരം നമുക്ക് ഏൺഡ് ലീവ് കിട്ടുന്നത് ആദ്യത്തെ വർഷത്തേക്ക് 1/22. പിന്നീട് 365 ദിവസം കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെൻറ്റ് വരെ അത് 1/11. ഇങ്ങനെ ഈ 1/22 കിട്ടിയ ആദ്യ വർഷത്തെ ഏൺ ലീവ് ഒരു ജീവനക്കാരന് കൺഫർമേഷൻ കിട്ടിയാൽ അത് 1/11 മാറ്റാം. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് കൺഫർമേഷനൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായി പാലിക്കും. ഇപ്പോൾ 100 ജീവനക്കാരല്ല. ഇപ്പോൾ സാംസ്കാരിക വകുപ്പാണെങ്കിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. 100 ജീവനക്കാരാണ്. അതിൽ 70 പേര് ടെമ്പററിയും 30 പേര് പെർമനൻറ്റുമാണെങ്കിൽ ഈ 70 പേരിൽ ഒരാൾ റിട്ടയർ ചെയ്തു പോയാൽ അത് 69 ആവുകയും 30 പേരിൽ ഒരാൾ റിട്ടയർ ചെയ്തു പോയാൽ അത് 29 ആവുകയും 70 നിന്നൊരാളെ എടുത്ത് ഈ 29+1 ആക്കി അത് 30 ആക്കും. ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയാണ് കൺഫർമേഷൻ. കൺഫർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരന് ഒരു ബെനിഫിറ്റുമില്ല. അധികാരത്തിലെ മാറ്റമോ സീറ്റിൽ മാറ്റമോ വേറെ ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യമോ ശമ്പള വർധനമോ ഒന്നുമില്ല. എന്നിരുന്നാലും ഇത് സർവീസിൻ്റെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത നിയമപരമായ മാൻഡേറ്ററിയായ ഒരു ഓബ്ലിഗേഷനാണ്. ഇത് പണ്ടൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതില്ല. ചിലപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം റിട്ടയർമെൻറ്റിന് 5 കൊല്ലത്തെ മുമ്പ് ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. ഏത് തസ്തികയിൽ കൺഫർമേഷൻ കിട്ടിയാലും മതി. ഒരു CPO സിവിൽ പോലീസ് ഓഫീസറായി കയറിയ ഒരാൾ ഒരു പക്ഷേ ഒരു നോൺ കേഡർ SP ആയാൽ ഈ SPയുടെ പോസ്റ്റിൽ ആൾക്ക് കൺഫർമേഷൻ കിട്ടിയാൽ അതിന് മുമ്പിരുന്ന എല്ലാ പോസ്റ്റുകളിലും കൺഫേംഡായി. അതാണ് വ്യവസ്ഥ. അല്ലാണ്ട് കയറിയ പോസ്റ്റിൽ കൺഫർമേഷൻ കിട്ടണ്ട. അതുകൊണ്ടാണ് ടെമ്പററി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ റിട്ടയർമെൻറ്റിന് മുമ്പിൽ ഡെഫിനറ്റ്ലി അയാൾക്കൊരു കൺഫർമേഷൻ കിട്ടും. പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാക്കി കൊടുക്കണം. ഇങ്ങനെ ഉത്തരവാക്കി കൊടുത്താൽ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയാൾക്ക് തിരികെ വരാൻ പറ്റില്ല. അങ്ങനെയാണ് ഗവൺമെൻറ് ഇങ്ങനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കാരണം. പക്ഷേ ഈ ഒരു റൂൾ 8 14/6/2013 ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നു എങ്കിലും കോടതികൾ ഇതൊരിക്കലും സമ്മതിക്കില്ല. കാരണം കോടതിയുടെ വിവക്ഷ റൂൾ 8 പ്രകാരം കൺഫർമേഷൻ കിട്ടി ഫുൾ മെമ്പർ ആയാൽ അയാൾക്ക് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിയമങ്ങൾ കണക്കാക്കുന്നത് KS&SRലെ 2 ചട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒന്ന് റൂൾ 24 അത് പ്രകാരമാണ് ഫുൾ മെമ്പർ ആവുന്നു അയാൾ അവിടുത്തെ ഒരു അംഗമായി പിന്നെ വരാൻ പറ്റില്ല. റൂൾ 26 പ്രകാരം നോ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ ഹാവ് റൈറ്റ് ഓർ ലീൻ ഇൻ 2 ഡിഫറൻറ്റ് പോസ്റ്റ് അറ്റ് എ ടൈം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ തസ്തികകളിൽ ഒരാൾക്ക് അവകാശം ഉണ്ടാവില്ല എന്നാണ് വ്യവസ്ഥ. അതുകൊണ്ടാണ് ഒരു പോസ്റ്റിൽ കൺഫർമേഷൻ കിട്ടിയാൽ അവകാശം വന്നാൽ അയാൾക്ക് പഴയ പോസ്റ്റിലെ അവകാശം സ്വമേധയാ റദ്ദാവും. അതുകൊണ്ടാണ് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല നിയമം പറയുന്നത്. പക്ഷേ കേരളത്തിലെ കോടതികൾ സമ്മതിക്കില്ല. കോടതി പറയുന്നത് ഒരു ജീവനക്കാരൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരം ഒരു കാരണവശാലും സ്വമേധയാ റദ്ദാവില്ല.
unless and until the lien of a government employee is officially terminated by issuing an order by the appointing authority. അയാൾക്ക് തൻ്റെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലാ അവകാശങ്ങളോടുകൂടി ഇപ്പോഴും എന്ന് വേണമെങ്കിലും തിരികെ വരാം എന്നാണ് കോടതിയുടെ വിവക്ഷ. വളരെ മിടുക്കരായ നല്ല സർവീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മിടുക്കരായ അഡ്വക്കേറ്റുമാരുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും തിരികെ വരാം. അതാണ് വ്യവസ്ഥ. നോക്കൂ, അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ പഴയ ഏതെങ്കിലും സീനിയോറിറ്റി ലിസ്റ്റ് നോക്കിയാൽ ഒരുപക്ഷെ സീനിയോറിറ്റി ലിസ്റ്റ് ഓഫ് CI ഓഫ് പോലീസ് എസ് ഓൺ 31/12/2018 അതിലൊരു പക്ഷേ ഒരാളുടെ പേര് കാണാം, മോഹനൻ, ലെഫ്റ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ 1/1/2005. ഈ 1/1/2005 ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടുപോയ ഈ CIയുടെ പേര് നമുക്ക് ആദ്യം തോന്നുക തെറ്റി പ്രിൻ്റ് ചെയ്തതാണെന്നാണ്. എന്തിനാണ് ഈ 2018 ലിസ്റ്റിൽ അയാളുടെ പേര് ഇപ്പോഴും കാണിക്കുന്നത്? കാരണം അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ തിരികെ വരാം. തിരികെ വരുമ്പോൾ വേർ ഹീ ഈസ് ടു ബി പ്ലേസ്ഡ്, ഓൺ ഹുസ് എബവ് ഹീ ഈസ് ടു ബി റീപ്ലേസ്ഡ് എന്നറിയണമെങ്കിൽ വേർ ഹീ വാസ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് റിലീഫ് എന്നറിയണം. അതിനുവേണ്ടിയാണ് അയാൾ റിട്ടയർ ചെയ്തുവെന്നോ സേവനത്തിലിരുന്ന് മരിച്ചുവെന്നോ അറിയുന്നത് വരെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയോറിറ്റി ലിസ്റ്റിൽ അയാളുടെ പേര് ഉൾപ്പെടുത്തും. അതാണ് കോടതിയുടെ വിവക്ഷ. കാരണം കോടതി പറയുന്നത് ഒരാളുടെ ആനുകൂല്യങ്ങളും ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ആനുകൂല്യങ്ങൾ സ്വമേധയാ വരികയോ സ്വമേധയാ പോവുകയോ ചെയ്യില്ല, അതൊരു ഉത്തരവിറക്കി തന്നെ ചെയ്യണം എന്നാണ് വ്യവസ്ഥ. പണ്ടൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ട് പോകുന്ന ആൾക്ക് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ കൺഫർമേഷൻ കിട്ടിയാൽ ആ കൺഫർമേഷൻ്റെ ഉത്തരവിൻ്റെ കോപ്പി പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി അയാൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയ ദിവസം മുതൽ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരവും അവകാശവും വിച്ഛേദിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു എന്നൊരു ഉത്തരവിറക്കുന്നൊരു പ്രാക്ടീസ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇല്ല. യെസ്, ഇതാണ് റൂൾ 8ൻ്റെ പ്രത്യേകത. ഇതൊരുപാട് ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ്. ഒരു പക്ഷേ KS&SRലെ റൂൾ 8 നോക്കിയാൽ ഒരു 4-5 പേജുകൾ തന്നെ ഇതിൻ്റെ വിവിധ കേസുകളും ഇതിൻ്റെ ഒരുപാട് നൂലാമാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഇതുണ്ടാക്കുന്ന ഒരുപാട് സെൻസിറ്റീവ് വിഷയങ്ങളുമാണ്. അതുകൊണ്ടാണ് ഇതൊരു എന്താ പറയുക ടോപ്പിക് ഓഫ് ബ്ലിസ്റ്ററിങ് ഇഷ്യൂ ആയി മാറുന്നത്. തൊട്ടാൽ പൊള്ളുന്നൊരു ടോപ്പിക്കായി മാറാനുള്ള കാരണവും അതുകൊണ്ടതാണ്. പൊതുവേ സർവീസുകളുടെ കാര്യം അങ്ങനെയാണ്. കാരണം ഒരു ആംഗിളിൽ നോക്കിയാൽ ശരിയാണെന്ന് തോന്നുന്ന അതേ കാര്യം വേറൊരു ആംഗിളിൽ നോക്കിയാൽ നേരെ ഘടകവിരുദ്ധമാകാം. അത് പൊതുവേ സർവീസ് റൂളുകളുടെ ഒരു അപാകതയാണ്. അപാകത എന്ന് പറഞ്ഞുവിടുക. കാരണം റൂൾസ് ആർ ടു ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഫേവർ ഓഫ് ദ എംപ്ലോയീസ് എന്നാണ്. ജീവനക്കാരൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് റൂളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നും അല്ലാണ്ട് എംപ്ലോയീസ് ഫോർ ദ വെൽഫെയർ ഓഫ് റൂൾസ് അല്ല എന്നാണ് എല്ലാ റൂളുകളുടെയും എല്ലാ സർവീസ് ചട്ടങ്ങളുടെയും പിന്നിലുള്ള മെരിറ്റ്. യെസ്, ഈ നിയമനം ക്രമീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പരാമർശിക്കും. You are placed on probation. The employee is placed on probation for a period of 2 years of duty within a continuous service of 3 years എന്നൊരു വരി ഈ നിയമനം ക്രമീകരിച്ച ഉത്തരവിൽ കാണും. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കോമൺലി ആപ്ലിക്കബിൾ ആവില്ല. കാരണം ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമിക്കുന്നത് തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അബ്സോർബ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ട്രെയിനിങ് കാലഘട്ടങ്ങൾ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ 1/3/2011 തൊട്ട് ട്രെയിനിങ് പീരിയഡ്, പോലീസ് ട്രെയിനിങ് പീരിയഡ് ഹാസ് ബീൻ ഡ്യൂട്ടി ഓർ സർവീസ് ഫോർ എനി സർവീസ് പർപ്പസായി കണക്കാക്കി വന്നു. എന്നാലും ദീർഘകാലത്തെ ട്രെയിനിങ് കാലഘട്ടങ്ങൾ ഒരിക്കലും പ്രൊബേഷൻ ഡ്യൂട്ടിയായി കണക്കാക്കില്ല. KS&SRലെ റൂൾ 18 ഒരു സബ്സെക്ഷൻ പ്രകാരം പ്രൊബേഷന് കണക്കാക്കുന്ന ഡ്യൂട്ടികൾ വിവിധ സർവീസുകളിലോ വിവിധ പോസ്റ്റുകളിലോ ഇരിക്കുന്ന ഡ്യൂട്ടികൾ ആദ്യ പോസ്റ്റിലെ പ്രൊബേഷന് ഡ്യൂട്ടിയായി കണക്കാക്കണമെങ്കിൽ 2 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഷുഡ് ബി സെയിം. ഒരേ ഡ്യൂട്ടി ചെയ്യുന്ന കാലഘട്ടങ്ങൾ മാത്രമേ പ്രൊബേഷൻ ഡ്യൂട്ടിയായി കണക്കാക്കാവൂ എന്നാണ് വ്യവസ്ഥ. അപ്പോൾ ട്രെയിനിങ് കാലഘട്ടങ്ങൾ സർവീസായി കണക്കാക്കിയാലും അതിലൊരു സാങ്കേതിക തടസ്സമുണ്ട്. കാരണം ട്രെയിനിങ് കാലഘട്ടങ്ങളിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു SIO പോലീസ് ആണെങ്കിൽ അയാൾ ട്രെയിനിങ് കാലഘട്ടങ്ങളിൽ ഒരു SIO പോലീസിൻ്റെ ഡ്യൂട്ടിയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ദ ട്രെയിനിങ് പീരിയഡ്, ഈവൻ ദോ ദ ട്രെയിനിങ് പീരിയഡ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് സർവീസ് ഫോർ ഓൾ സർവീസ് പർപ്പസസ്, ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഡ്യൂട്ടി ഫോർ പ്രൊബേഷൻ. അതുകൊണ്ടാണ് ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് എന്നാണോ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവരുടെ പ്രൊബേഷൻ ആരംഭിക്കുക. ഇതൊരുപാട് സർവീസ് കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ചില ഇപ്പോൾ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ റൂളിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുണ്ട്.
ഒരുപക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിലും അതൊന്നും പരിഹരിക്കാതെ പ്രശ്നങ്ങൾ കൂടുതൽ എൻഗ്രേവ് ചെയ്ത് കോംപ്ലിക്കേറ്റഡായി അഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കുന്നതാണ് യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു പൊതുരീതിയും. അതും അങ്ങനെയുണ്ട്. പല കാര്യങ്ങളും ഇൻക്രിമെൻ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില തടസ്സങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആർ സീരിയസ്ലി തിങ്കിങ് ഈ ട്രെയിനിങ് കാലഘട്ടങ്ങളും കൂടി പ്രൊബേഷൻ്റെ ഭാഗമാക്കിക്കൂടെ എന്നതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം ഈ ദീർഘകാലം ട്രെയിനിങ്ങുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, അല്ലെങ്കിൽ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റായി നിയമനം കിട്ടുന്ന ആൾക്കാർക്ക് റഫലി 1 ഇയർ ട്രെയിനിങ് ഉണ്ട്. ഇതൊക്കെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അവർക്കൊന്നും സർവീസ് കാര്യങ്ങൾക്ക് യാതൊരു നഷ്ടമോ കഷ്ടമോ ലോസോ വരാതെ, ഡാമേജോ വരാതെയാണ് അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് കൈകാര്യം ചെയ്തു പോകുന്നത്. യെസ്, എനിവേ, എന്താണ് ഈ പ്രൊബേഷൻ? പ്രൊബേഷൻ്റെ സാങ്കേതിക ഭാഷ എന്തായാലും പ്രൊബേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് the employee is equipped to discharge the duties and responsibilities properly and effectively. അതാണ് പ്രൊബേഷൻ. അതുകൊണ്ട് പ്രൊബേഷൻ ജീവനക്കാർക്ക് ഗുണകരമാണ്. സോ അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് വീണ്ടും പ്രൊബേഷൻ വേണ്ടി വരിക? വെനെവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചേഞ്ച്, അപ്പോഴൊക്കെ വീണ്ടും പ്രൊബേഷൻ വേണം. അതുകൊണ്ടാണ് പ്രൊമോഷൻ കിട്ടുമ്പോൾ ഒരാൾക്ക് വീണ്ടും ഹയർ പോസ്റ്റിൽ പ്രൊബേഷൻ വേണ്ടി വരുന്നത്. കാരണം ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ചേഞ്ചിങ്. അപ്പോൾ ആ ഡ്യൂട്ടി ചെയ്യാൻ അയാളെ പര്യാപ്തനാക്കണം. അതാണ് പ്രൊബേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ റൂൾ 20 KS&SSR പ്രകാരമാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. സാധാരണ 5 കണ്ടീഷൻസ്, 5 വ്യവസ്ഥകൾ പാലിച്ചാൽ ഒരാൾക്ക്, ഒരു ജീവനക്കാരൻ്റെ പ്രൊബേഷൻ തൃപ്തികരമായി പൂർത്തിയാക്കിയതായി കണക്കാക്കാം. പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന ഉത്തരവിൻ്റെ ഭാഷ്യം തന്നെ വളരെ രസകരമാണ്. ജീവനക്കാരൻ്റെ പ്രൊബേഷൻ തൃപ്തികരമായി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ച് ഉത്തരവാകുന്നു എന്നാണ്. ദ പ്രൊബേഷൻ ഈസ് ഡിക്ലെയർഡ് ടു ഹാവ് ബീൻ കംപ്ലീറ്റഡ് സാറ്റിസ്ഫാക്ടറിലി വിത്ത് ഇഫക്ട് ഫ്രം ഇന്ന ഡേറ്റ് എന്നാണ് കാണിക്കുക. ഇങ്ങനെ പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് സാധാരണ നിലയിൽ 5 വ്യവസ്ഥകൾ പാലിച്ചാൽ മതി എന്നാണ് വ്യവസ്ഥ, അല്ലെങ്കിൽ കണ്ടീഷൻ. ഇതിൽ ഒന്നാമത്തെയാണ് 2 വർഷത്തെ ഡ്യൂട്ടി, 2 years ഓഫ് ഡ്യൂട്ടി. ക്ലാസ് 4 ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം 2 വർഷത്തെ ഡ്യൂട്ടിയും ക്ലാസ് 4 ജീവനക്കാർക്ക് 1 വർഷത്തെ ഡ്യൂട്ടിയാണ്. അപ്പോൾ 2 വർഷത്തെ ഡ്യൂട്ടി മീൻസ് എക്സ്ക്ലൂഡിങ് ഓൾ കൈൻഡ് ഓഫ് ലീവ്, എല്ലാ ലീവുകളും ഒഴിവാക്കി. അപ്പോൾ സാധാരണ ചോദ്യങ്ങൾ വരാൻ ചില ലീവുകൾക്ക് എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ കാഷ്വൽ ലീവ് പ്രോപ്പറേ അല്ല. കാഷ്വൽ ലീവ് ഈസ് ഡ്യൂട്ടി ഫോർ എവറിത്തിങ് ആണ്. അതുകൊണ്ട് ഒരു ലീവ് എന്ന പരിധിക്കകത്ത് കാഷ്വൽ ലീവ് വരില്ല. ലീവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാഷ്വൽ ലീവിനെ ബാധിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് കാഷ്വൽ ലീവിന് പ്രസക്തി വരുന്നില്ല. അത് ഡ്യൂട്ടി ഫോർ എവറിത്തിങ് ആണ്. ലീവുകളെല്ലാം ഒഴിവാക്കിയിട്ട് 2 വർഷമോ 730 ദിവസം പൂർത്തിയാക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ, സർക്കാർ ജീവനക്കാരൻ്റെ എല്ലാ ക്ഷേമ പദ്ധതികളിലും ജീവനക്കാരൻ അംഗമാവുക. ഇതിന് 2 കൊല്ലത്തെ സമയമൊന്നും കിട്ടില്ല. ആദ്യത്തെ ഇൻക്രിമെൻ്റ് അനുവദിക്കണമെങ്കിൽ തന്നെ, ശമ്പള വർധനവ് അനുവദിക്കണമെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും എല്ലാ ഫാമിലി വെൽഫെയർ സ്കീമിലും അംഗമാകണം. പക്ഷേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സർവീസ് ബുക്ക് വാങ്ങിയിട്ട് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി പരിശോധിക്കണം ടു കൺഫേം ദാറ്റ് ദ എംപ്ലോയി ഹാസ് ബീൻ എൻറോൾഡ് ഓർ സബ്സ്ക്രൈബ്ഡ് ടു ഓൾ കമ്പൽസറി ഫാമിലി വെൽഫെയർ സ്കീം എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റി കൺഫേം ചെയ്യണം. മൂന്നാമത്തെ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പൽസറി മാൻഡേറ്ററി പരീക്ഷകളോ പരിശീലനങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. നാലാമത്, ഒരു ജീവനക്കാരൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് പ്രൊബേഷൻ തൃപ്തികരമാണെന്ന് അയാളുടെ കൺട്രോളിംഗ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻ, ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടികളോ നിയമ നടപടികളോ ഇല്ല എന്നും സർട്ടിഫൈ ചെയ്യണം. ഈ 5 കണ്ടീഷൻസ് പൂർത്തിയാക്കിയാൽ ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി വിൽ ഇഷ്യൂ എൻ ഓർഡർ ഡിക്ലെയറിംഗ് ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ എംപ്ലോയി, സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്രൊബേഷൻ ഓഫ് ദി എംപ്ലോയി. അങ്ങനെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ എന്താണ് ഗുണം? അതുവരെ പ്രൊബേഷണർ എന്നറിയപ്പെട്ട ജീവനക്കാരൻ അപ്രൂവ്ഡ് പ്രൊബേഷണറായി മാറുകയും ആൻഡ് ഹീ ബിക്കംസ് എലിജിബിൾ ടു ബി പ്രൊമോട്ടഡ്. പ്രൊമോഷൻ കിട്ടുന്നതിന് അയാൾ അർഹനായി തീരുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരു ജീവനക്കാരൻ അയാളുടെ തസ്തികയിൽ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യണം. യെസ്, ഇപ്പോൾ ഒരാൾക്ക് ഈ ലീവ് എടുത്താൽ എന്ത് സംഭവിക്കും? പ്രൊബേഷൻ കാലങ്ങളിൽ ലീവ് എടുക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയൊന്നുമില്ല. ലീവ് എടുത്താൽ ദ പ്രൊബേഷൻ പീരിയഡ് വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ദാറ്റ് മച്ച്. 10 ദിവസത്തേക്ക് ലീവ് എടുത്താൽ 740 ദിവസം കഴിയുമ്പോഴേ 730 ഡ്യൂട്ടി വരുള്ളൂ. 6 മാസത്തേക്ക് ലീവ് എടുത്താലോ
2.5 കൊല്ലം കഴിയുമ്പോഴേ 2 കൊല്ലം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഒരാൾ 1.5 കൊല്ലത്തേക്ക് ലീവ് എടുത്താലോ? അപ്പോൾ ഇയാൾക്ക് 3.5 കൊല്ലം കഴിയുമ്പോഴേ 2 കൊല്ലം തികയുള്ളൂ. അത് പറ്റില്ല. കാരണം പ്രൊബേഷൻ ഈസ് ടു ബി കംപ്ലീറ്റഡ് വിതിൻ 3 years ഓഫ് എൻറ്ററിങ് ഇൻ ടു സർവീസ്. അതാണ് വ്യവസ്ഥ. 3 കൊല്ലം കഴിഞ്ഞിട്ടും ഒരാളുടെ പ്രൊബേഷൻ പൂർത്തിയായില്ല എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ജീവനക്കാരനെ പിരിച്ചുവിടാൻ പറ്റാത്തത് ഈ KS&SSRലെ 2 ചട്ടങ്ങളുടെ പ്രൊട്ടക്ഷൻ കൊണ്ടാണ്. Otherwise, the department could or the department can easily terminate the employee on the ground that the probation has not been completed within the stipulated period of 3 years. എന്താണ് ഈ വ്യവസ്ഥകൾ? ഇതിലൊന്ന് റൂൾ 21 KS&SR പ്രകാരം ഒരു ജീവനക്കാരൻ്റെ പ്രൊബേഷൻ സർക്കാരിന് വേണമെങ്കിൽ എത്ര കാലത്തേക്കും നീട്ടാം. 3 കൊല്ലം എന്നുള്ളത് 30 കൊല്ലമാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഒരു വ്യവസ്ഥ. റൂൾ 39 KS&SR പ്രകാരം സർക്കാരിന് ചില ഡിസ്ക്രിമിനേറ്ററി അധികാരങ്ങളുണ്ട്. എന്താണത്? സർക്കാരിന് വേണമെങ്കിൽ ഒരു ജീവനക്കാരൻ പ്രൊബേഷൻ പൂർത്തിയാക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുക. ഈ 2 റൂളുകളും ഉള്ളതുകൊണ്ടാണ് 3 കൊല്ലമായിട്ടും പ്രൊബേഷൻ പൂർത്തിയാക്കാത്ത ജീവനക്കാരനെ ഡിപ്പാർട്ട്മെൻറ്റിന് പിരിച്ചുവിടാൻ പറ്റാത്തത്. ദാറ്റ് മീൻസ് എൻ എംപ്ലോയി ഹൂസ് പ്രൊബേഷൻ ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് വിതിൻ എ പീരിയഡ് ഓഫ് 3 years ഈസ് കണ്ടിന്യൂയിങ് ഇൻ സർവീസ് ഓൺലി വിത്ത് ദ മെഴ്സി ഓഫ് ദ ഗവൺമെൻറ്. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞ ഉടനെ സർക്കാരിലേക്ക് ഈ പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കത്തയക്കാൻ പറ്റില്ല. ബിക്കോസ് സർക്കാരിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഹൗ ലോങ് ദ പ്രൊബേഷൻ ഈസ് ടു ബി എക്സ്റ്റെൻഡ് എന്നുള്ള വിവരം ഗവൺമെൻറ്റിനോട് പറയണം. അപ്പോൾ എത്ര കാലത്തേക്ക് പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇയാളുടെ പ്രൊബേഷൻ ആവശ്യമായ 5 കണ്ടീഷൻ എന്ന് പൂർത്തിയാവുന്നു അന്നേ അറിയുള്ളൂ. അപ്പോൾ ഒരാൾ 2 കൊല്ലം സർവീസിൽ കയറിയിട്ട് 5ാമത്തെ കൊല്ലമാണ് ഈ 5 കണ്ടീഷനും പൂർത്തിയാക്കിയത് എങ്കിൽ 3ാമത്തെ കൊല്ലം മുതൽ ഈ 5ാമത്തെ കൊല്ലത്തേക്കുള്ള 2 കൊല്ലത്തേക്ക് സർക്കാരിലേക്ക് എക്സ്റ്റൻഷൻ അപ്ലിക്കേഷൻ കൊടുക്കണം. ഇത് ജീവനക്കാരൻ തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എലോങ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. അതിൽ ജീവനക്കാരൻ പറയണം വൈ ആൻഡ് ഹൗ ദ എംപ്ലോയി കുഡ് നോട്ട് കംപ്ലീറ്റ് ദ പ്രൊബേഷൻ വിതിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഓഫ് 3 years. ഗവൺമെൻറ് ഇത് പരിശോധിക്കും. എന്നിട്ട് സർക്കാരിന് തോന്നുകയാണ് ഇതിലെ കാരണങ്ങൾ, ദ റീസൺസ് due to which the employee could not complete the probation within the stipulated period of 3 years എന്നുള്ളതിന് ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകത കൊണ്ടല്ലെങ്കിൽ ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ എംപ്ലോയി ആണെന്ന് തോന്നുകയാണെങ്കിൽ യാതൊരു നിബന്ധനയുമില്ലാതെ ആവശ്യമായ അത്രയും കാലം ഗവൺമെൻറ് എക്സ്റ്റൻഷൻ അനുവദിക്കും. GORT ആയി ഗവൺമെൻറ് ഉത്തരവായി വരും. ഈ ഉത്തരവിൻ്റെ വെളിച്ചത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസ് ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് വാട്ട് ഓൾ ആർ ദ റീസൺസ് ദ ഗവൺമെൻറ് കൺസിഡർ ആസ് ബിയോണ്ട് കൺട്രോൾ ഓഫ് ദ എംപ്ലോയി? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലീവ് എടുക്കുന്നത്. സർക്കാർ ജീവനക്കാരൻ ലീവ് റൂളുകളുടെ കണ്ടൻഷൻ ഗവൺമെൻറ് എംപ്ലോയി അപ്ലൈസ് ഫോർ ലീവ് ഓൺലി വെൻ ദ സർക്കംസ്റ്റൻസസ് കമ്പൽ ദ എംപ്ലോയി ടു എൻ്റർ ഇൻ ടു ലീവ് എന്നാണ് വ്യവസ്ഥ. അതുകൊണ്ട് ജീവനക്കാരൻ വെറുതെ ലീവ് എടുക്കുന്നതല്ലെന്നും സാഹചര്യം അയാളെ കൊണ്ട് നിർബന്ധിക്കുന്നതാണെന്നും അതുകൊണ്ട് റീസൺസ് ഓഫ് ലീവ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എംപ്ലോയി എന്നാണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എത്ര കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് ലീവ് എടുത്താലും ഈ 5 കൊല്ലത്തേക്കും യാതൊരു നിബന്ധനയുമില്ലാതെ സർക്കാർ എക്സെപ്ഷൻ തരും. അങ്ങനെ റൂൾ 21 KS&SR പ്രകാരം സർക്കാർ ഉത്തരവാവുകയും ഈ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ജീവനക്കാരൻ്റെ നിയമനം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഉത്തരവാകും. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഉത്തരവിറക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ചില റീസൺസ് സർക്കാരിന് ബോധ്യമായിക്കൊള്ളണമെന്നില്ല, സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഇഫ് ദ റീസൺസ് ഫോർ ദ ഡിലേ ആർ നോട്ട് അഡ്മിസിബിൾ ടു ഗവൺമെൻറ്, അങ്ങനെ വന്നാൽ ഗവൺമെൻറ് പരിശോധിക്കും. എന്നിട്ട് ഏതാണ് ഈ അഡ്മിസിബിൾ അല്ലാത്ത റീസൺ? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷകൾ പാസ്സാവാൻ വൈകുക. കാരണം ഡിപ്പാർട്ട്മെൻറ്റസിന് 3 കൊല്ലത്തിനുള്ളിൽ 6 ചാൻസ്, മിനിമം 5 ചാൻസ് എങ്കിലും കിട്ടും. ഇതെല്ലാം വിത്ത് ബുക്സാണ്, സുഖമായിട്ട് പാസ്സാവാം. ആഫീസിൻ്റെ എബോവ് 8 kilometers അകലെയുള്ള ഒരു സ്കൂളിലാണ് പരീക്ഷാ സെൻ്ററെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ആവശ്യമായ യാത്രാബത്ത വരെ കിട്ടും, ലീവ് എടുക്കണ്ട. ഇതൊരു പേപ്പറിന് 2 ചാൻസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഒരു തവണ തോറ്റാൽ വീണ്ടും ഈ ചാൻസ് എടുക്കാം. ഇനി 8 കിലോമീറ്ററിന് ഉള്ളിലാണ് യാത്രാബത്തയ്ക്ക് അർഹതയില്ല എന്ന് വന്നാൽ അവർക്ക് ഒരു ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. ജീവനക്കാരും ഒന്നും ഇത് അവെയിൽ ചെയ്യാറില്ല, ഒരുപക്ഷെ ഡ്യൂ ടു ഇഗ്നറൻസ് ഓഫ് റൂൾസോ ഗൈഡ് ലൈൻസോ ആയിരിക്കാം. ഇതിനും കിട്ടും ഒരു പേപ്പറിന് 2 തവണ. അങ്ങനെ 2 സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഓരോ പേപ്പറിനും കിട്ടും. അപ്പോൾ ഇത്രയേറെ ലളിതവും ഈസിയുമായ വ്യവസ്ഥകളിരിക്കെ
ഇത്രയും ചാൻസിനുള്ളിൽ പ്രൊബേഷൻ പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ സർക്കാർ അത് സ്വീകരിക്കില്ല. റൂൾ 19 ചട്ടം 19 KS&SR പ്രകാരം അയാളുടെ പ്രൊബേഷൻ സസ്പെൻഡ് ചെയ്യുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസ് അയാളെ പിരിച്ചുവിടുകയും ചെയ്യും. ഇത് ഈ റൂൾ 19 വ്യവസ്ഥകൾ ഇത്ര പെട്ടെന്നല്ല. സർക്കാർ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ അണ്ടർഗോ ചെയ്തിട്ട് ഇഫ് ദർ ഈസ് നോ അതർ ഗോ അതർ ദാൻ സസ്പെൻഡിങ് ദ പ്രൊബേഷൻ, ഇയാളുടെ പ്രൊബേഷൻ സസ്പെൻഡ് ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന് ബോധ്യമായാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. പക്ഷേ എന്തായാലും കേരളത്തിൽ ഇതുവരെ ഈ ചട്ടം 19 ഉപയോഗിച്ചിട്ട് ആരുടെയും പ്രൊബേഷൻ റദ്ദ് ചെയ്തതായിട്ടോ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതായിട്ടോ ഇതുവരെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സിനേറിയോ വളരെ ഡിഫറൻ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ സർക്കാരിനെ വിമർശിക്കുകയോ സർക്കാരിനെ വിമർശിക്കുന്ന കമൻറ്റുകൾ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ജീവനക്കാരൻ്റെ ഇതേപോലെ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ സർക്കാരിലേക്ക് വന്നാൽ ഗവൺമെൻറ് മേ ഫീൽ റിസർവ്ഡ്. ചിലപ്പോൾ ഈ കാര്യത്തിൽ അയാൾക്ക് അനുകമ്പ അറിയിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഒരുപക്ഷെ അയാളുടെ പ്രൊബേഷൻ്റെ കാലം എക്സ്റ്റൻഷന് സമ്മതിക്കാതെ ഒരുപക്ഷെ അയാൾക്ക് സേവനത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട സാഹചര്യം വരാം. യെസ്, ഇങ്ങനെ ഈ പ്രൊബേഷനിൽ ഈ ഡിക്ലെയർ ചെയ്ത് കിട്ടുക എന്നുള്ളത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളൊരു വിഷയമാണ്. കംപ്ലീഷൻ ആൻഡ് ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റിയുടെ ഹെഡേക്ക് ആണെങ്കിലും ഇത് വൈകിയാൽ ജീവനക്കാരൻ്റെ പ്രൊമോഷൻ ആനുകൂല്യങ്ങളെ കാര്യമായി ബാധിക്കും. ഒരാൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതിയാൽ എന്നാണ് അയാൾ ക്വാളിഫൈഡ് ആയതായിട്ട് കണക്കാക്കുക? പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലെ വ്യവസ്ഥയാണ്. റൂൾ 28 KS&SR ആണ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെ പരിഗണിക്കുന്നത്. ഇതിൽ റൂൾ 28 ബ്രാക്കറ്റിൽ 3B KS&SR പ്രകാരം എന്നാണോ പരീക്ഷ എഴുതിയത് ആ പരീക്ഷ എഴുതിയതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അയാൾ ക്വാളിഫൈഡ് ചെയ്തതായിട്ട് കണക്കാക്കുക, പ്രൊവൈഡഡ് റിസൾട്ട് വരുമ്പോൾ അയാൾ പാസ്സായിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഇപ്പോൾ അക്കൗണ്ടൻസി ഓവറിൽ 4 പേപ്പറാണ്. KSR ആദ്യത്തെ പേപ്പർ, രണ്ടാമത്തെ കേരള ഫിനാൻഷ്യൽ കോഡും ബഡ്ജറ്റ് മാനുവലും ഒന്നിച്ച്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സും ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലിൻ്റെ ഒരു പേപ്പറും, 4ാമത്തെ പേപ്പർ KTC ആണ്. ഈ 4 പേപ്പറിൽ 4 പേര് ഓരോരോ പേപ്പർ മാത്രമേ ബാക്കിയുള്ളൂ. ഈ 4 പേരും 4 വ്യത്യസ്ത പേപ്പറുകൾ എഴുതി 4 പേരും പാസ്സായാലും 4 പേരും പാസ്സായതായിട്ട് കണക്കാക്കുന്നത് ലാസ്റ്റ് പേപ്പറായ KTC കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. അതായത് ആദ്യത്തെ പേപ്പർ എഴുതിയ KSRകാരനും 4ാമത്തെ പേപ്പർ മാത്രം എഴുതിയ KTCക്കാരനും 2 പേരും ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കുന്നത് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ടു ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് എക്സാം ഓർ ലാസ്റ്റ് പേപ്പർ. അതാണ് വ്യവസ്ഥ. ഇത് എന്നിരുന്നാലും ഇതൊന്നും പ്രൊമോഷന് ജീവനക്കാർക്ക് തടസ്സമുണ്ടാക്കാറില്ല ചുരുങ്ങിയ കാലം വരെ. റൂൾ 28 ബ്രാക്കറ്റിൽ 2b പ്രകാരം 2b പ്രകാരം ഒരാളുടെ സ്റ്റാറ്റസ് കണക്കാക്കുന്നത് വെദർ ഹീ ഈസ് ക്വാളിഫൈഡ് ഫോർ പ്രൊമോഷൻ ഓർ നോട്ട് എന്ന് കണക്കാക്കുന്നത് ഏസ് ഓൺ ദ സ്റ്റാറ്റസ് ഓൺ ദ ഡേറ്റ് ഓഫ് അറൈസിങ് ഓഫ് വേക്കൻസിയാണ്. അപ്പോൾ 10/5/2014 വേക്കൻസി വന്നു. പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് 31/8/2014 ഈ സാഹചര്യത്തിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് നയം. കാരണം 31/8/14 വരുന്ന റിസൾട്ടിൽ ഒരാൾ 10/5/14 എഴുതിയ പരീക്ഷ പാസ്സായാൽ 11/5/14 തൊട്ട് ഹീസ് ക്വാളിഫൈഡ് ഫോർ പ്രൊമോഷനാണ്. അപ്പോൾ 11/5/2014 ഉണ്ടാകുന്ന വേക്കൻസിയിലേക്ക് സീനിയർ മോസ്റ്റായ ക്വാളിഫൈഡ് അയാളെ കൊടുക്കണം. ഈ ചട്ടം 10/3/2014 വരെ നിലനിന്നു. ഒരു സർക്കുലർ നമ്പറുണ്ട്, സർക്കുലർ നമ്പർ 524/61/P&ARD 2014 ഡേറ്റഡ് 10/3/2014 പ്രകാരം ഗവൺമെൻറ് ഇതിലൊരു മോശം കീഴ്വഴക്കം കൊണ്ടുവന്നു. ഒരു സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ അസ്വീകാര്യമായ ജീവനക്കാർക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സർക്കിളിലൂടെ വന്നത്. എന്തായി? ഇതുകൊണ്ട് നിയമപ്രകാരം നിങ്ങൾ ഈ കേസിൽ 11/5/14 തൊട്ട് ക്വാളിഫൈഡ് ആയാലും 31/8/14 റിസൾട്ട് വന്നത് എന്നതിനാൽ ഈ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെ ക്യാൻ ബി കൺസിഡേർഡ്, ദേ ഷാൽ ബി കൺസിഡേർഡ് എഗൻസ്റ്റ് വേക്കൻസീസ് അറൈസിങ് ആഫ്റ്റർ 1/9/14. റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന വേക്കൻസികളിലേക്കേ കണക്കാക്കുകയുള്ളൂ. അതായത് റൂൾ 28B ഗവൺമെൻറ് ഭേദഗതി വരുത്തിയിട്ട് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന വേക്കൻസികളിലേക്കാണ് കണക്കാക്കുകയുള്ളൂ.
അപ്പോൾ 10/5/14 പരീക്ഷ എഴുതിയ ആൾ 11/5/14 തൊട്ട് ക്വാളിഫൈഡ് ആണ്. അയാളാണ് സീനിയർ എങ്കിലും അയാൾക്ക് മുമ്പത്തെ ഡേറ്റിൽ അല്ലെങ്കിൽ 11/5/2014 വേക്കൻസിയിലേക്ക് ഈ 11/5/2014 ക്വാളിഫൈഡായ സീനിയറിന് നിയമനം കിട്ടില്ല. കാരണം ഹീ ക്യാൻ ബി കൺസിഡേർഡ് ഓൺലി എഗൻസ്റ്റ് സച്ച് വേക്കൻസീസ് വിച്ച് അറൈസ് ആഫ്റ്റർ 1/9/14 അതൊരു വലിയ ദുരിതമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ വൈകുന്നതോടുകൂടി അല്ലെങ്കിൽ വൈകുന്നതനുസരിച്ച് സീനിയറായ ഉദ്യോഗസ്ഥൻ്റെ പ്രൊമോഷൻ സാധ്യതകൾക്ക് മങ്ങലേൽക്കും. അതുകൊണ്ട് ഈ 2014 ഇറങ്ങിയ ഈ സർക്കുലർ ഒരുപക്ഷെ അത് നിയമവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ജീവനക്കാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നോ നമുക്ക് പറയേണ്ടി വരും. എന്തോ സാധാരണ നിലയിൽ ഈ സർക്കുലറുകൾക്കെതിരെ ഈ സർക്കാർ ജീവനക്കാർ കോടതിയിൽ പോകേണ്ടതാണ്. കാരണം നോ സർക്കുലർ ക്യാൻ അമെൻഡ് എനി ജിഒ ഓർ റൂൾ എന്നാണ് ചട്ടം. കോടതിയുടെ വ്യവസ്ഥ അതാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഈ സർക്കുലറിനെതിരായിട്ട് സർക്കാർ ജീവനക്കാർ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഇതുകൊണ്ട് കുറേയേറെ ആൾക്കാർക്ക് ഗുണം ഉണ്ടാകുന്നു എന്ന് സ്വയം തോന്നിയിട്ടാണോ എന്തോ അറിഞ്ഞുകൂടാ. എന്തായാലും ഈ സർക്കുലർ തികച്ചും ചലഞ്ച് ചെയ്യേണ്ടതാണ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ. ഇതുപോലെ ഇപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് വൈകിയാൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ ഇൻക്രിമെൻറ്റ് ഒരേ ബേസിക് പേ ഒരു കൊല്ലം വാങ്ങിയാൽ ഹീ ഈസ് എലിജിബിൾ ടു എൻ ഇൻക്രീസ് ഇൻ ദ പേ, ദാറ്റ് ഇസ് നോൺ ആസ് ആനുവൽ ഇൻക്രിമെൻറ്റ്. അതാണ് KSR പാർട്ട് 1 റൂൾ 31 പ്രകാരമുള്ള ചട്ടം. അത് ശരിയാണ്, എല്ലാവർക്കും കിട്ടും. ഏത് ജീവനക്കാരനായാലും, ഇപ്പോൾ ട്രെയിനിങ് കഴിയുന്ന പോലീസ് കോൺസ്റ്റബിൾമാർക്കായാലും SIO പോലീസായാലും ഒരു കൊല്ലത്തെ ട്രെയിനിങ് കാലഘട്ടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ദേ വിൽ ബി ഗെറ്റിംഗ് ദെയർ ഇൻക്രീസ് ഇൻ ദ പേ, ദാറ്റ് ഈസ് നോൺ ആസ് ആനുവൽ ഇൻക്രിമെൻറ്റ്. എന്നാൽ രണ്ടാമത്തെ ഇൻക്രിമെൻറ്റിന് ചില നിയമതടസ്സങ്ങളുണ്ട്. രണ്ടാമത്തെയും സബ്സിക്വൻ്റ് ഇൻക്രിമെൻറ്റുകളും പ്രൊബേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമേ കൊടുക്കാവൂ എന്നാണ് വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് കൊടുക്കുകയല്ല, ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇൻക്രീസ് ഷാൽ ബി അഡ്മിസിബിൾ ഓൺലി ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ പ്രൊബേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ഡിക്ലെയർഡ്. അതുകൊണ്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വൈകിയാൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, പ്രൊമോഷൻ കിട്ടേണ്ട സാഹചര്യങ്ങൾക്ക് മങ്ങലേൽക്കും. അതോടൊപ്പം ശമ്പള വർധനവ് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇത് വലിയ പ്രശ്നം വെക്കും. അതുകൊണ്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് വാങ്ങുക എന്നുള്ളത് ജീവനക്കാരൻ്റെ രണ്ടാമത്തെ മിഷനായി തന്നെ എടുക്കണം. ഒന്നാമത്തെ മിഷനായി നിയമനം ക്രമീകരിച്ച് കിട്ടുക എന്നുള്ള ദൗത്യവും, രണ്ടാമത്തെ മിഷനായി അയാളുടെ പ്രൊബേഷൻ യഥാസമയം ഡിക്ലെയർ ചെയ്ത് കിട്ടുക എന്നുള്ളതും സർക്കാർ ജീവനക്കാരൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റായ മിഷനായി കണക്കിലെടുക്കണം. ഇല്ലെങ്കിൽ അതുണ്ടാക്കുന്ന നഷ്ടം തുടക്കത്തിൽ ഫീൽ ചെയ്യില്ല. ഒരുപക്ഷെ അനാസ്ഥ മൂലമോ അശ്രദ്ധ മൂലമോ പ്രൊബേഷൻ വൈകുകയും അതുമൂലം ഒരുപക്ഷെ ഒരു പ്രൊമോഷൻ, ഇമ്മീഡിയറ്റ് പ്രൊമോഷൻ വൈകുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുക. റിട്ടയർ ചെയ്യുന്നതിന് 4-5 കൊല്ലം മുമ്പ് കിട്ടേണ്ട പ്ലം പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷൻ വൈകുമ്പോഴാണ് എൻട്രി പോസ്റ്റിലെ പ്രൊബേഷൻ പൂർത്തിയാക്കാൻ വൈകിയത് മൂലമുള്ള ഡിലേ, അതുണ്ടാക്കിയ ഡാമേജ് ഇൻ സർവീസ് നമുക്ക് അപ്പോൾ ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ ജീവനക്കാർ അവരുടെ ഒരു ദൗത്യമായി എടുത്തുകൊണ്ട് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുക എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാൻ കാരണം. സർവീസ് കയറിയിട്ട് ഒരു 3 കൊല്ലം വരെയെങ്കിലും യാതൊരു അനാസ്ഥയും കാണിക്കാതെ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും എല്ലാ ക്ലാസ്സുകളിലും നമ്മളിത് ഇവരോടൊക്കെ ആവർത്തിക്കാറുണ്ട്. കാരണം ഇത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ സർവീസ് കാര്യങ്ങൾ അങ്ങനെയാണ്. വൺസ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ ആണ്. പിന്നെ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചാലും എന്ത് മികവ് കാണിച്ചാലും നഷ്ടം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇതുപോലുള്ളൊരു പ്രധാനപ്പെട്ട റൂളാണ് ഇതിലെ KS&SR റൂൾ നമ്പർ 13. ഇത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയുടെ സിലബസ് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ. ഇപ്പോൾ ഒരു പുതിയ സിലബസ് കൊണ്ടുവന്നാൽ ആ പരീക്ഷ പാസ്സാവുന്നതിന് മിനിമം ഒരു ഗ്രേസ് പീരീഡ് അനുവദിക്കണം. അത് അപ് ടു 3 years, 3 കൊല്ലം വരെ ആ എക്സംഷൻ അനുവദിക്കണം എന്നാണ് വ്യവസ്ഥ. പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് 2011 വരെ മലയാളം ടെസ്റ്റ് മാത്രം പാസ്സായാൽ മതി. വളരെ എളുപ്പമായിരുന്നു, അവർക്ക് ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. 2011 ഇതിന് മാറ്റം വന്നു. അവർക്ക് ഏതാണ്ട് 5-8 തരം അബ്കാരി ടെസ്റ്റുകളടക്കം KSRും എല്ലാ അനുബന്ധ ടെസ്റ്റുകളും പാസ്സാവണമെന്നായി. അപ്പോൾ അതിന് അവർക്ക് 3 കൊല്ലത്തേക്ക് എക്സംഷൻ കൊടുത്തു ഇതിൽ റൂൾ നമ്പർ 13A പ്രകാരം. അപ്പോൾ 3 കൊല്ലം കൊണ്ട് ഇവർക്ക് പാസ്സാവാൻ പറ്റിയില്ല. അവസാനം എക്സൈസ് കമ്മീഷന് ഗവൺമെൻറ്റിലേക്ക് കത്ത് കൊടുത്തു. അതിന് ഗവൺമെൻറ്റിലേക്ക് കത്ത് കൊടുക്കുമ്പോൾ എക്സൈസ് കമ്മീഷൻ പറഞ്ഞ ന്യായം ഇതാണ്: ഒന്ന്, ഇപ്പോൾ നിലവിലുള്ള
എക്സൈസ് ഓഫീസർമാരെല്ലാവരും പഴയ SSLC-കാരാണെന്നും അവർക്ക് പുതിയ ഈ വിഷയങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്നും മലയാളത്തിൽ വേണ്ടത്ര ബുക്കുകൾ കിട്ടാനില്ല എന്നും അതുകൊണ്ട് ഇനി ഒരു കൊല്ലം കൂടി നീട്ടി കൊടുക്കണം എന്ന് സർക്കാരിലേക്ക് കൊടുത്തു. ഗവൺമെൻറ് എക്സെപ്ഷൻ കൊടുത്തു, വീണ്ടും ഒരു കൊല്ലത്തെയും കൂടി നീട്ടി കൊടുക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു പുതിയ വിഷയം ട്രെയിനിങ് സിലബസായി വന്നാൽ മിനിമം 3 കൊല്ലത്തേക്ക് അവർക്ക് എക്സംഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ 3 കൊല്ലത്തിനിടയ്ക്ക് ഈ ക്വാളിഫിക്കേഷൻ തടസ്സമല്ല, അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അപ്പോൾ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരു വ്യവസ്ഥ പറയണം, സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ദ റിക്വയർഡ് ടെസ്റ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിതിൻ ദ ഗ്രേസ് പീരിയഡ് ഓഫ് 3 years. ഇല്ലെങ്കിൽ ദേ വിൽ ബി റിവർട്ടഡ് എന്നൊരു വ്യവസ്ഥ വെച്ചാണ് പ്രൊമോഷൻ കൊടുക്കുക. അതേസമയം ഒരുപക്ഷെ വളരെ ടഫായൊരു വിഷയമാണെങ്കിലോ, വളരെ ടഫായൊരു വിഷയമാണെങ്കിൽ ഇത് പാസ്സാവാൻ ആവശ്യമായ സമയം ഗ്രേസ് ടൈം കൊടുക്കണം എന്നാണ്. സോ ദാറ്റ് മീൻസ് ഈ വളരെ ടഫായ ഒരു വിഷയം മൂലം ഇയാൾക്ക് ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ ആവാൻ പറ്റിയില്ല, അയാളുടെ പ്രൊബേഷൻ പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിലും അയാൾക്ക് രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് 2ാമത്തെ വർഷം കൊടുക്കണം. വെദർ പ്രൊബേഷൻ ഈസ് കംപ്ലീറ്റഡ് ഓർ നോട്ട് നോക്കണ്ട എന്ന് വരെ ഈ റൂൾ 13 KSNSR-ൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഏതാണ്ട് നമ്മുടെ 31/12/85 വരെ സർവീസിൽ കയറിയ SC/ST വിഭാഗം ജീവനക്കാർക്ക് അവരെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പൽസറി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവുന്നതിൽ നിന്നും പെർമനൻ്റായി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം, ഒരു തടസ്സവുമില്ല. അത് ഓരോരോ കൊല്ലങ്ങളിൽ ഗവൺമെൻറ് എക്സ്റ്റൻഷൻ കൊടുത്തു വരികയാണ് പതിവ്. 1/1/86 ശേഷം കയറിയവർക്കോ ഈ ഒരു ആനുകൂല്യം കിട്ടാറില്ല. എന്നാലും അവർക്കൊരു എക്സംഷൻ ഉണ്ട്. ഇഫ് ദേ ആർ അതർവൈസ് ക്വാളിഫൈഡ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവുക എന്നൊരു ദൗത്യമല്ലാതെ വേറെ എല്ലാ കാര്യങ്ങളും അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവുന്നതിൽ നിന്നും അവർക്ക് ടെമ്പററി എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട്. ഈ ടെമ്പററി എക്സംഷൻ മീൻസ് 2 കൊല്ലത്തേക്കാണ്. ഈ 2 കൊല്ലത്തിനിടയ്ക്ക് അവർക്ക് പരീക്ഷ പാസ്സാവാം. ഇനി അത് പറ്റിയില്ലെങ്കിൽ മാക്സിമം 3 കൊല്ലം വരെ അനുവദിക്കാം. ഈ 3 കൊല്ലത്തിനുള്ളിൽ അവർക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് കിട്ടിയ പ്രൊമോഷൻ പോസ്റ്റിൽ നിന്നും അവർ റിവർട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരും. ഇതുപോലെ ഇങ്ങനൊരു എക്സംഷൻ എല്ലാ ജീവനക്കാർക്കും ഉണ്ട്. അതാണ് റൂൾ നമ്പർ 13 ബിഗ് ബി. ഇതുപ്രകാരം 50 വയസ്സ് പൂർത്തിയാവുന്ന മുറയ്ക്ക് എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിനെയും ഹാവ് ബീൻ പെർമനൻ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം അക്വയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് റിക്വയർഡ് ബോത്ത് ഫോർ പ്രൊബേഷൻ ആസ് വെൽ ആസ് പ്രൊമോഷൻ. രണ്ടിനും ആവശ്യമായ ടെസ്റ്റുകളിൽ നിന്നും ഈ ജീവനക്കാരെ സ്ഥിരമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് റൂൾ 13A(1) സ്മോൾ a KSNSR പ്രകാരം SC/ST വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് അനുവദിക്കാവുന്നതാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇങ്ങനൊരു റൂളോ ഇങ്ങനൊരു സൗജന്യമോ ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം എനിക്ക് പലപ്പോഴും കിട്ടുന്ന ഫോൺ കോളുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് ബോധ്യമാവുന്നത്. അവരോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇത് നിയമം അനുശാസിക്കുന്ന ഒരു ആനുകൂല്യമാണ്, ഇതിലൊരു പ്രയാസമോ ജാള്യതയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫീരിയോറിറ്റിയോ തോന്നേണ്ടതില്ലെന്നും ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈൻഡിംഗ് ആയി തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിവിലേജായി കണക്കാക്കിക്കൊണ്ട് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണെന്നാണ് പലപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കാവുന്ന അഡ്വൈസ്. അതുകൊണ്ട് ഇത് 13A(1) സ്മോൾ a പ്രകാരം SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇങ്ങനെ 3 കൊല്ലത്തേക്ക് ടെമ്പററി എക്സംഷൻ കിട്ടും. ഈ മാൻഡേറ്ററി എക്സാമിനേഷൻ്റെ കാര്യത്തിൽ ഒരു വലിയ കൺഫ്യൂഷനുണ്ട്. എല്ലാ ടെസ്റ്റുകൾക്കും ഈ എക്സംഷൻ അനുവദനീയമല്ല. അതൊരു വലിയ കൺഫ്യൂഷനാണ്. സ്പെഷ്യൽ റൂളുകളിൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റൂളുകൾ എന്ന് വ്യാഖ്യാനിക്കേണ്ട ഏതെങ്കിലും തസ്തികകളിലേക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടില്ല. നമുക്കത് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ കൺഫ്യൂഷൻ വരാം. ഇപ്പോൾ അക്കൗണ്ടസ്റ്റ് ലോവർ പാസ്സാവുന്ന ഒരാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് വരെ നിയമനം കിട്ടാം. എന്നാൽ അക്കൗണ്ടസ്റ്റ് ഹയർ പാസ്സായാലേ അക്കൗണ്ട്സ് ഓഫീസറായി നിയമനം കിട്ടുകയുള്ളൂ. രണ്ടും ഒരേ പോസ്റ്റാണ്, ഒരേ സ്കെയിലാണ്, ഒരേ സ്റ്റാറ്റസുമാണ്. എന്നിരുന്നാലും ഫൈനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന പോസ്റ്റുകൾക്ക് അക്കൗണ്ടസ്റ്റ് ഹയർ വേണം. ഇത് എക്സംഷൻ അല്ല. അപ്പോൾ ലീഗൽ നോളജ് അറിയുന്ന അല്ലെങ്കിൽ ലീഗൽ അവയർനെസ് അറിയുന്ന ഏതെങ്കിലും ക്ലറിക്കൽ ജീവനക്കാരെ ഇപ്പോൾ കോടതികളിലൊക്കെ ചിലപ്പോൾ ലീഗൽ ഉദ്യോഗസ്ഥന്മാരോ ലീഗൽ അഡ്വൈസർമാരായിട്ടോ നിയമിക്കാം. അപ്പോൾ 50 വയസ്സ് പൂർത്തിയായ ഒറ്റ കാരണവശാൽ ഒരാൾക്ക് LLBയോ അല്ലെങ്കിൽ ലീഗൽ ക്വാളിഫിക്കേഷനോ ഇല്ലെങ്കിൽ ആ നിയമനം കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
ഒരു പോസ്റ്റിലേക്ക് പ്രത്യേകം ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു കാരണവശാലും ഈ 50 വയസ്സിൻ്റെ എക്സംഷൻ ആനുകൂല്യമല്ല, കിട്ടില്ല. ഇത് പല കാര്യങ്ങളിലും തർക്കമുണ്ട്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് വലിയ ഇഷ്യൂ ആണ്. കാരണം പ്രിവൻറ്റീവ് ഓഫീസർമാരായി പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അവർക്ക് അബ്കാരി റൂൾ പാസ്സാവണമെന്നാണ് വ്യവസ്ഥ. അത് സ്പെഷ്യൽ റൂളിൽ പെട്ടതാണ്, അതൊരിക്കലും ഒഴിവായി കിട്ടില്ല. KSR അക്കൗണ്ടൻസി ലോവറും അക്കൗണ്ടൻസി ഹയറോ MOPO അതേപോലെയുള്ള കോമൺ പേപ്പേഴ്സ് അപ്ലിക്കബിൾ ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിൽ നിന്ന് മാത്രമേ എക്സംഷൻ അനുവദിക്കുകയുള്ളൂ. റൂൾ 13 ബിഗ് ബി പ്രകാരം 50 വയസ്സായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചിതനാവും എന്ന് വ്യവസ്ഥ ഇല്ല. ഈ സർക്കാർ ജീവനക്കാരുടെ സീനിയോറിറ്റി, ചില ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയോറിറ്റി ഒരു വലിയ തലവേദന പിടിച്ച വിഷയമാണ്. കാരണം അത്രയേറെ കുമ്പർസം കുഴഞ്ഞു മറിഞ്ഞതാണ് സർവീസ് കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. എന്നാലും ബഹുഭൂരിപക്ഷം ഡിപ്പാർട്ട്മെൻറ്റുകളിലും സീനിയോറിറ്റി അത്ര ഒരു തർക്ക വിഷയമല്ല. കാരണം കേസ് ആൻഡ് SSRൽ പറയുന്ന വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി സീനിയോറിറ്റി കൃത്യമായി ഫിക്സ് ചെയ്യാം. സാധാരണ ഏത് സ്ഥാപനങ്ങളിലും സീനിയോറിറ്റി ആധാരമാക്കുന്നത് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസാണ്. പക്ഷെ നമുക്കത് വ്യത്യസ്തമാണ്. നമുക്ക് നമ്മുടേതായ പാറ്റേൺ ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തർക്കമോ വിഷയമോ ഉണ്ടായാൽ ഹൗ ദാറ്റ് ഈസ് ടു ബി സെറ്റിൽഡ്, അതിനും വ്യവസ്ഥയുണ്ട്. ഒരു സീനിയോറിറ്റിയെ പറ്റി തർക്കമുണ്ടായാൽ സീനിയോറിറ്റിയുടെ തർക്കം ശ്രദ്ധയിൽപ്പെട്ട് വിതിൻ എ പീരിയഡ് ഓഫ് 6 months അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് റൂൾ 27 ബിഗ് ബി കേസ് ആൻഡ് SR പ്രകാരമുള്ള വ്യവസ്ഥ. ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം സർക്കാർ യുക്തമായ പരിക്കില്ലാത്തൊരു തീരുമാനമെടുത്ത് അറിയിക്കും. അതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന് സർക്കാർ തന്നെ നിഷ്കർഷിക്കാനുള്ള കാരണം. ഇപ്പോൾ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ റൂൾ 27 ഒരു കുറ്റമറ്റ മാർഗരേഖയായി തന്നെ നമുക്ക് എടുക്കാം. കാരണം അതിൽ ഒരുവിധം സാഹചര്യങ്ങളെ പറ്റിയിട്ട് എങ്ങനെയാണ് സീനിയോറിറ്റി കണക്കാക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായ കണിശമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ സാധാരണ നിലയിൽ ആ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നിയമനം PSCയെ ഏൽപ്പിക്കില്ല. കാരണം PSC ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പുതിയതായി നിയമിക്കുന്ന ഒരു 150-200 ആളുണ്ടെങ്കിൽ ഈ 200 പേരും സർക്കാർ സേവനത്തെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ലാത്തവരായിരിക്കാം. പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരായാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഒരു 4-5 കൊല്ലത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ നിലവിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരിൽ ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള തസ്തികയ്ക്ക് യോഗ്യമായ ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നിന്നും ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് ഓപ്ഷൻ ചോദിക്കും. അങ്ങനെ തയ്യാറായ ആൾക്കാരെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരും. ഇതാണ് ബൈ ട്രാൻസ്ഫർ അപ്പോയിൻമെൻ്റ് ഒരു രീതി. ബൈ ട്രാൻസ്ഫർ അപ്പോയിൻമെൻറ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം അതിന് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. റിട്ടയർ ചെയ്യാൻ 6 മാസമേ ഉള്ളെങ്കിലും പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി സാമ്പത്തികാനുകൂല്യം കൈപ്പറ്റി ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിലവിലുള്ള ഒരു 100 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ 10 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും 10 ഡിഫറൻറ്റ് ആയ ആൾക്കാർ ഒരേ ദിവസം ജോയിൻ ചെയ്താൽ എങ്ങനെയാണ് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയോറിറ്റി ഫിക്സ് ചെയ്യുക? 10 പേരും 10 വ്യത്യസ്ത ഡേറ്റുകളാണ് ജോയിൻ ചെയ്തതെങ്കിൽ ദ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ റിലൈ ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദേ ഹാവ് റിപ്പോർട്ടർ ഫോർ ഡ്യൂട്ടി ഇൻ ദ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. 10 പേര് ഒറ്റ ദിവസം ജോയിൻ ചെയ്താലോ? ജോയിൻ ചെയ്യുന്നതിന് സമയത്തിനൊന്നും ഒരു പ്രസക്തിയൊന്നുമില്ല. FL ജോയിൻ ചെയ്താലും AL ജോയിൻ ചെയ്താലും സീനിയോറിറ്റിയുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല. കാരണം AL ജോയിൻ ചെയ്താൽ അയാൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ജോയിൻ ചെയ്ത ആളെ പോലെ കണക്കാക്കുക. സോ ഇങ്ങനെ 10 പേരും ഒന്നിച്ച് ജോയിൻ ചെയ്താൽ ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിൽ വരുന്ന ആളെ സീനിയർ മോസ്റ്റായിട്ട് കണക്കാക്കും. എല്ലാവരും ഒരേ സ്കെയിലാണെങ്കിലോ ഹൂ ഈസ് സീനിയർ ബൈ ഏജ് അവർക്കാണ് സീനിയോറിറ്റി കൊടുക്കുക. എല്ലാവരും ഒരേ പ്രായക്കാരാണെങ്കിലോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരുടെ പേരാണോ ആദ്യം വരുന്നത് അവർക്ക് മുൻഗണന കൊടുക്കും. ഒരേ ആൽഫബറ്റിൽ 2 പേരുണ്ടെങ്കിലോ അവരേത് ജില്ലയിൽ നിന്ന് വരുന്നു നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലപ്പുഴ ജില്ലക്കാർക്ക് മുൻഗണന കിട്ടും, കാരണം അത് ഏല തുടങ്ങുക. വയനാട് ജില്ലക്കാർക്ക് അവസാനമാണ് വരിക, കാരണം അത് W വരുന്നത്. ഇനി ഒരേ ജില്ലയിൽ നിന്ന് ഈ എല്ലാ ഇക്വാലിറ്റീസ് എല്ലാ പ്രയോറിറ്റീസും ഉള്ള 2 പേരുണ്ടെങ്കിലോ അപ്പോൾ ഇവർക്ക് ഒന്നുകിൽ ടോസ് ചെയ്യുക, ലോട്ടറി മെത്തേഡിലൂടെ ഫിക്സ് ചെയ്യുക. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ DRB ഈ ഡിസ്ട്രിക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡും ഉള്ള ജീവനക്കാരും 14 ജില്ലകളിലും ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയിലുള്ള ആൾക്കാരും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറുമ്പോൾ അവരെ ക്ലസ്റ്റർ ചെയ്യുന്നത്, അവരെ മിക്സ് ചെയ്യുന്നത് ഈ റൂൾ പ്രകാരം തന്നെയാണ്. പാലക്കാട് ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും PSCയുടെ ഇപ്പോൾ 2 പേരെയും ഒരാൾക്ക് 3-ാം തീയതിയാണ് നിയമന ശുപാർശ, ഒരാൾക്ക് 2-ാം തീയതി ആണെങ്കിൽ 2-ാം തീയതി നിയമന ശുപാർശ കിട്ടിയ
പാലക്കാടുകാരെ 3-ാം തീയതി നിയമന ശുപാർശ കിട്ടിയ എറണാകുളം ജില്ലയ്ക്ക് മുകളിലാണ് വയ്ക്കുക. രണ്ടുപേരും ഒരേ ദിവസമാണ് നിയമന ശുപാർശയെങ്കിലോ? അങ്ങനെ വരുമ്പോഴാണ് ഹൂ ഈസ് സീനിയർ ബൈ ഏജ്, ആൽഫബറ്റിക്കൽ ഓർഡർ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള മാർഗ്ഗരേഖകൾ നോക്കിയിട്ട് ഫിക്സ് ചെയ്യുക. ഇതാണ് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്നിച്ച് നിയമനം കിട്ടുമ്പോൾ ഒരാളുടെ സീനിയോറിറ്റി കണക്കാക്കുന്നത്. എന്നാൽ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ നിയമനം കിട്ടി വരുന്ന ആൾക്കാർക്ക് റൂൾ 27C പ്രകാരമുള്ള അസസ്മെൻറ്റ് ഓഫ് സീനിയോറിറ്റിയാണ്. അതുപ്രകാരം ഇയാൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റിനെ അടിസ്ഥാനമാക്കി എല്ലാ സീനിയോറിറ്റി കണക്കാക്കുന്നത്. സീനിയോറിറ്റി ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സീരിയൽ നമ്പർ ഓർ റാങ്ക് നമ്പർ ഗിവൺ ബൈ ദ PSC ആണ്. എന്ന് ജോയിൻ ചെയ്താലും 100 പേരുള്ള ഒരു ലിസ്റ്റിൽ 1-ാമത്തെ ആൾ ജോയിൻ ചെയ്യുന്നത് 100-ാമത്തെ ആൾ ജോയിൻ ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും സീനിയോറിറ്റിയുടെ കാര്യത്തിൽ 1-ാമത്തെ ആൾ തന്നെയാണ് 1-ാമത്തെ ആളാവുക. അതിനൊരു ലിമിറ്റേഷനുണ്ട്. പ്രൊവൈഡഡ് ദ എംപ്ലോയി ജോയിൻസ് ഡ്യൂട്ടി വിതിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർഡർ. അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയോറിറ്റി കണക്കാക്കുന്നത് ഈ സീനിയോറിറ്റി ഓർ സീരിയൽ നമ്പർ അസൈൻഡ് ബൈ ദ PSC ആണ്. 90 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിലോ അയാളുടെ സീനിയോറിറ്റി കണക്കാക്കുന്നത് ഡേറ്റ് ഓഫ് ജോയിനിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയാണ് 1-ാമതായി വരേണ്ട ആൾക്കാർ ചിലപ്പോൾ 100-ാമത്തെയോ 99-ാമത്തെയോ ആളായി മാറുകയും അത് അയാളുടെ പ്രൊമോഷൻ സ്കോപ്പിനെ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ റൂൾ 27C പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ നൽകുന്ന സീനിയോറിറ്റിയെ സീരിയൽ നമ്പറിനെ അടിസ്ഥാനമാക്കി കൊടുക്കുന്ന സീനിയോറിറ്റി, അങ്ങനെ ഫിക്സ് ചെയ്യപ്പെട്ട സീനിയോറിറ്റി അയാളുടെ റിട്ടയർമെൻറ്റ് വരെ റീറ്റെയിൻ ചെയ്യും, അൺലെസ് ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നും യാതൊരു അപാകതയും ഉണ്ടായില്ല എങ്കിൽ. അതാണ് റൂൾ 27a പ്രകാരമുള്ള ചട്ടം. അതുപ്രകാരം അയാളുടെ സീനിയോറിറ്റിക്ക് യാതൊരു തടസ്സവുമില്ലാതെ റിട്ടയർമെൻറ്റ് വരെ കണ്ടിന്യൂ ചെയ്യും, അൺലെസ് ദർ ഈസ് എനി ലാപ്സ് ഓഫ് ഡ്യൂട്ടി ഫ്രം ദ പാർട്ട് ഓഫ് ദി എംപ്ലോയി. പിന്നെ നമ്മൾ റൂൾ 27 പ്രകാരമാണ് നമ്മൾ സീനിയോറിറ്റി ഉറപ്പാക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്തു. സീനിയോറിറ്റി അപ്രകാരം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അപാകത മൂലമല്ലാതെ യാതൊരു കാരണവശാലും സീനിയോറിറ്റി റിട്ടയർമെൻറ്റ് വരെ മാറ്റം വരികയോ ജീവനക്കാരന് പ്രതികൂലമായി മാറുകയോ ചെയ്യില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ദർ ഈസ് എനി കൈൻഡ് ഓഫ് ലാപ്സ്, ലാക്സിറ്റി, മിസ്റ്റേക്ക് ഓർ ഇറഗുലാരിറ്റി ഫ്രം ദ പാർട്ട് ഓഫ് ദ എംപ്ലോയി. അതുകൊണ്ട് സാധാരണ നിലയിൽ സർവീസിൽ കയറുമ്പോൾ കിട്ടുന്ന സീനിയോറിറ്റി പബ്ലിക് സർവീസ് കമ്മീഷൻ അനുവദിച്ച് നൽകുന്ന റാങ്ക് നമ്പർ ഓർ സീരിയൽ നമ്പറിനെ അടിസ്ഥാനമാക്കി കൊടുക്കുന്ന സീനിയോറിറ്റി റിട്ടയർമെൻറ്റ് ദിനം വരെ എല്ലാ സേവനാനുകൂല്യങ്ങൾക്കും പ്രൊട്ടക്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് റൂൾ 27a KS&SSR പ്രകാരം എല്ലാ ജീവനക്കാർക്കും ലഭ്യമാണ്. സർക്കാർ ജീവനക്കാരന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ദ ഫോർമാലിറ്റീസ് ടു ബി ഒബ്സർവ്ഡ് എന്താണ് എന്ന് ചട്ടം 28 KS&SSRൽ വളരെ വിശദമായി പ്രസ്താവിക്കുന്നുണ്ട്. ഈ റൂളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു സിൻസിയറായ അല്ലെങ്കിൽ ലോയലായ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ താല്പര്യങ്ങൾ യാതൊരു സാഹചര്യത്തിലും ജൂനിയർ മറികടന്ന് പോകാതിരിക്കാനുള്ള എല്ലാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും റൂളിലുണ്ട്. സോ ആസ് ഫാർ ആസ് ദ എംപ്ലോയി ഈസ് പെർഫെക്റ്റ് ഇൻ എവറി റെസ്പെക്റ്റ്, അയാളുടെ സീനിയോറിറ്റിക്ക് ഭംഗം വരാത്ത രീതിയിൽ പ്രൊമോഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉറപ്പുകളും KS&SSRലെ റൂൾ 28ലുണ്ട്. ഗസറ്റഡ് പോസ്റ്റുകളിലേക്കുള്ള നിയമനത്തിന് എന്ന് പറഞ്ഞാൽ സെലക്ട് പോസ്റ്റുകൾ എന്നാണ് ഇതിന് പറയുക. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോഷൻ കമ്മിറ്റി അഥവാ DPC കൂടേണ്ടതുണ്ട്. DPC കൂടേണ്ടതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ഈ റൂൾ 28ൽ ക്ലിയറായി പറയുന്നുണ്ട്. DPC കൂടുന്നതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ അതെല്ലാം ശേഖരിക്കുന്നത് എപ്പോൾ തൊട്ടാവണം. ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ ശേഖരിക്കണം. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിച്ചിട്ട് അതിൽ പറയുന്ന ഏതെങ്കിലും കമൻറ്റുകൾ ഒരു ജീവനക്കാരനെ പറ്റി അദ്ദേഹത്തിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ കൊടുക്കുന്ന റിമാർക്സ് ജീവനക്കാരൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാകും എന്ന് ബോധ്യമാവുകയോ അല്ലെങ്കിൽ കൺട്രോളിംഗ് ഓഫീസർ ഒരു പക്ഷേ മനഃപൂർവ്വമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റിദ്ധാരണ മൂലമോ ഒരു കീഴ് ജീവനക്കാരനെ പറ്റി മോശമായൊരു കമൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് കറക്റ്റ് ചെയ്യാനും റിവൈസ് ചെയ്യാനും പറ്റുമോ എന്നുകൂടി
കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ജീവനക്കാരൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പരമാവധി നടപടികൾ എടുത്തതിന് ശേഷമാണ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോഷൻ കമ്മിറ്റി അഥവാ DPC കൂടുക. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തന്നെ ഈ DPC ചേരേണ്ടതാണ്. DPCയിൽ സാധാരണ പൊതുവെ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. PSCയിലെ ഒരു മെമ്പറായിരിക്കാം അതിൻ്റെ ചെയർമാൻ. ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണോ DPC കൂടുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഈ DPCയുടെ കൺവീനർ. ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു അണ്ടർ സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ജോയിൻറ്റ് സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറിയോ അതിൻ്റെ കാര്യങ്ങളുടെ ഗൗരവം അനുസരിച്ചുകൊണ്ട് ആ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും കൂടി ഉൾപ്പെടുന്ന 3 പേർ ഉൾപ്പെടുന്നതാണ് സാധാരണ നിലയിൽ DPC കമ്മിറ്റി അഥവാ DPCയിലെ അംഗങ്ങൾ. ഇവർ ലിസ്റ്റുകളെല്ലാം കൃത്യമായി പരിശോധിച്ചിട്ട് അവർ ഏതാണ്ട് അന്ന് തന്നെ അല്ലെങ്കിൽ DPC യോഗം ചേരുന്ന അന്ന് തന്നെ സെലക്ട് ലിസ്റ്റ് അപ്രൂവ് ചെയ്യുകയും നവംബർ 30-ാം ഈ ലിസ്റ്റ് സർക്കാർ ഉത്തരവായി ഗസറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഷുഡ് ബി റെഡി ഫോർ അപ്പോയിൻമെൻറ്റ് സിൻസ് ദ നെക്സ്റ്റ് 1 ജാനുവരി എന്ന രീതിയിൽ നവംബർ 30-ാം മുമ്പ് തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം എന്നാണ് ചട്ടം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ലിസ്റ്റ് നവംബർ 30-ാം മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറ്റ് എനി കോസ്റ്റ് ഡിസംബർ 31-ാം മുമ്പെങ്കിലും ലിസ്റ്റ് തയ്യാറാവണം. ഈ ലിസ്റ്റ് അടുത്ത ജനുവരി 1 മുതൽ വരുന്ന വേക്കൻസികളിലേക്ക് പരിഗണിക്കാനുള്ള ലിസ്റ്റ് തയ്യാറാവണം എന്നാണ് വ്യവസ്ഥ. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് അപ്രൂവ്ഡ് ലിസ്റ്റ് അഥവാ സെലക്ട് ലിസ്റ്റിൽ നിന്ന് ജീവനക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാവൂ എന്നിരിക്കെ ഒരു പക്ഷേ 20 or 25 പേര് ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ നിന്നും ഒരു പക്ഷേ ഈ 25 വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ആൾക്കാർ പിന്നീട് കിട്ടാതെ വന്നാലോ, ഈ ലിസ്റ്റുകളിലുള്ള ആൾക്കാർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നാലോ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒരു പക്ഷേ റിസൈൻ ചെയ്ത് പോയാലോ, VRS വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പോയാലോ, ഇങ്ങനെ പല കാരണങ്ങളാൽ ആവശ്യമായ നമ്പർ ഓഫ് ഹയർ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടാതെ വരികയും അത് ഡിപ്പാർട്ട്മെൻറ്റ് താൽപ്പര്യങ്ങൾക്ക് ഡാമേജിങ് ആയി വരികയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമായതിനാലാണ് ഈ റൂൾ 28 തന്നെ പറയുന്നുണ്ട് അടുത്ത വർഷം അടുത്ത കലണ്ടർ ഇയറിൽ ഇപ്പോൾ ജനുവരി 1-ാം തീയതി മുതലാണ് 2020 DPC ലിസ്റ്റ് ആണെങ്കിൽ 1/1/2020 മുതൽ 31/12/2020 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വേക്കൻസികളുടെ 3 ഇരട്ടി വരെ ലിസ്റ്റ് തയ്യാറാക്കണം എന്നാണ് വ്യവസ്ഥ. ഒരു സാഹചര്യത്തിലും 2 times 2 ഇരട്ടിയേക്കാൾ കൂടുതലെങ്കിലും ലിസ്റ്റ് തയ്യാറാക്കാതിരിക്കരുത് എന്നാണ് ചട്ടം. അപ്പോൾ 100 വേക്കൻസി വരാൻ സാധ്യതയുണ്ടെങ്കിൽ മിനിമം 200 പേരുടെയെങ്കിലും ലിസ്റ്റ് ഉണ്ടാവണം. സോ ദാറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രപ്പോസ് ചെയ്യപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രൊമോട്ടീസിന് പ്രൊമോഷൻ അർഹതയുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും കാരണവശാൽ അവരെ ഒഴിവാക്കേണ്ടി വന്നാലും വേക്കൻസികൾ ഫില്ല് ചെയ്യാനുള്ള ആവശ്യമുള്ള അത്രയും നമ്പേഴ്സ് ഓഫ് സെലക്ട് ലിസ്റ്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ സെലക്ട് ലിസ്റ്റ് ഇൻകുംബൻസ് തയ്യാറാക്കണം ഉണ്ടാവണം എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യവസ്ഥ റൂൾ 28 KSNSR പറയാനുള്ള കാരണം. ഒരു കാരണവശാലും പ്രൊമോഷൻ യോഗ്യനായ ഒരു ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഔദ്യോഗിക കാര്യങ്ങളാലോ പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ഉത്തമ താല്പര്യത്തിൻ്റെയും കൂടി വെളിച്ചത്തിലാണ് ഈ റൂളിൽ ഇങ്ങനെ ഒരു കാര്യം കണിശമാക്കി പറയാനുള്ളത്. ഇതിൽ ഒരാൾക്കൊരു പ്രൊമോഷൻ ഡ്യൂ ആകുമ്പോൾ റൂൾ 28 a KSNSR പ്രകാരം പ്രൊബേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു പ്രൊമോഷൻ്റെ അടിസ്ഥാന ഘടകമായ കാര്യമാണ്. പ്രൊമോഷൻ കനോട്ട് ബി ഗ്രാൻഡഡ് ടു എൻ എംപ്ലോയി if the probation is not completed in the feeder post or entry post എന്നാണ് വ്യവസ്ഥ. അങ്ങനെ വരുമ്പോൾ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ പൂർത്തിയായിട്ടില്ല, ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ പൂർത്തിയായി. അങ്ങനെ വരുമ്പോൾ ജൂനിയറായ ഉദ്യോഗസ്ഥനെ മേ ബി അലൗഡ് ടു ഓവർലുക്ക് ഓർ സൂപ്പർസീഡ് ദ സീനിയർ എന്നൊരു വ്യവസ്ഥ റൂൾ 28 a തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും ജൂനിയറായ ഉദ്യോഗസ്ഥർ സീനിയറായ ഉദ്യോഗസ്ഥരെ മറികടന്നുകൊണ്ട് ഉയർന്ന പോസ്റ്റുകളിലേക്ക് പോകുന്നത്. ഇത് സീനിയർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ താങ്ങാൻ പറ്റാത്ത ഒരു ഡാമേജ് തന്നെയാണ്. കാരണം പിന്നീട് ഈ സീനിയർ ഉദ്യോഗസ്ഥൻ എത്ര മിടുക്ക് കാണിച്ചാലും എന്തുമാത്രം പ്രൊവിഷൻ്റ് ആയാലും ഈ അപാകത ജൂനിയർ സീനിയറിനെ മറികടന്നു പോയി എന്ന അപാകത റിട്ടയർമെൻറ്റ് വരെ കണ്ടിന്യൂ ചെയ്യും. ദ സീനിയർ കനോട്ട് ഓവർലുക്ക് ഓർ ഹി കനോട്ട് ഓവർകം ദി അനോമലി ഓഫ് ജൂനിയർ സീനിയർ സിറ്റുവേഷൻ. പക്ഷെ അവിടെയും ഈ റൂള് ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു പ്രൊമോഷൻ്റെ സമയമായി വേക്കൻസി അറൈസ് ചെയ്തു, സീനിയറുടെ പ്രൊബേഷൻ പൂർത്തിയായിട്ടില്ല,
ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ബി പ്രൊമോട്ടഡ്. അങ്ങനെ വരുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ എല്ലാം ഓക്കെയാണെങ്കിൽ, ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ പ്രൊബേഷനുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസൊക്കെ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് മുതലായ കാര്യങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ, പ്രൊബേഷൻ പൂർത്തിയാവാഞ്ഞതിൻ്റെ കാരണം, വൈ ദ പ്രൊബേഷൻ ഓഫ് ദ സീനിയർ എംപ്ലോയി കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ് വിതിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് എന്നതിൻ്റെ കാരണം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ജൂനിയർ ഉദ്യോഗസ്ഥനെ മറികടക്കാൻ അനുവദിക്കാവൂ എന്നൊരു പ്രൊവിഷനും റൂൾ 28 ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ജീവനക്കാരൻ്റെ സീനിയർ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപാകത മൂലമല്ല പ്രൊബേഷൻ പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത് എങ്കിൽ, the reasons for the non-completion of probation cannot be attributed to the senior officer or are not due to the fault of the senior employee. അങ്ങനെ വന്നാൽ അത് അയാൾക്ക് ലഭിക്കേണ്ട പ്രൊമോഷന് തടസ്സമല്ല. ലീവോ മുതലായ കാരണങ്ങളാൽ, ലീവ് അല്ലെങ്കിൽ ചില ഔദ്യോഗിക സാങ്കേതിക കാരണങ്ങളാലോ ഡിപ്പാർട്ട്മെൻറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാലോ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് തടസ്സമല്ലെന്നും ജൂനിയറിനെ മറികടക്കാൻ അനുവദിക്കരുത് എന്നും പ്രൊബേഷൻ പൂർത്തിയാക്കാത്ത സീനിയറിന് പ്രൊമോഷൻ കൊടുക്കണം, സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ദ പ്രൊബേഷൻ ഇൻ ദ ലോവർ പോസ്റ്റ് ഷാൽ ബി കംപ്ലീറ്റഡ് ഇൻ ദി ഹയർ പോസ്റ്റ് ഓർ പ്രൊമോട്ടഡ് പോസ്റ്റ് എന്ന വ്യവസ്ഥയിൽ. പക്ഷേ ഇവിടെ ഈ ആനുകൂല്യം ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്ന് നേരിട്ടുണ്ടായ അശ്രദ്ധയോ അപാകതയോ മൂലമാണ് എങ്കിൽ ഈ ഒരു ആനുകൂല്യം കിട്ടില്ല. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവാൻ വൈകിയത് മൂലമാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവാഞ്ഞത് മൂലമാണ് അയാളുടെ പ്രവേശനം പൂർത്തിയാക്കിയ പറ്റാഞ്ഞതെങ്കിൽ ഈ ആനുകൂല്യം കിട്ടില്ല. ഒരു ജീവനക്കാരനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടികളോ ജുഡീഷ്യൽ നടപടികളോ ഉണ്ടെങ്കിൽ ആ കാരണത്താലാണ് പ്രൊബേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ പോയതെങ്കിൽ അവിടെയും ഇയാൾക്ക് ഈ ആനുകൂല്യം കിട്ടില്ല. ബിക്കോസ് അത് അയാളുടെ അപാകത്തു നിന്നുള്ള അശ്രദ്ധയോ അപാകതയോ മൂലമാണ്. ഇങ്ങനെ സീനിയറായ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ വരെയുള്ള ഗൈഡ് ലൈൻസും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും റൂൾ 28 ഉണ്ട്. ഏത് പ്രൊമോഷനും സർക്കാർ സർവീസിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും പ്രൊമോഷൻ പോസ്റ്റുകൾക്ക് സീനിയോറിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. സാധാരണ നിലയിൽ സീനിയോറിറ്റിയെ മറികടക്കാനോ എൻട്രി പോസ്റ്റിലുണ്ടായിരുന്ന സീനിയോറിറ്റിയെ തകിടം മറിഞ്ഞു പോകാനോ റിഡക്ഷൻ ഇൻ സീനിയോറിറ്റി വരാനോ സാധാരണ നിലയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സാധ്യമാവാത്തതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ റൂളുകളിലുണ്ട്. എന്നിരുന്നാലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും, എസ്പെഷ്യലി യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ റൂൾ 28A ഒരു പരാമർശം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ ഒരു പക്ഷേ ഒരു അപ്രായോഗികമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇൻക്രിമെൻ്റ് ബാറിംഗ് പോലുള്ള പണിഷ്മെൻറ്റ് കിട്ടിയ ഉദ്യോഗസ്ഥരെ പ്രൊമോഷൻ പരിഗണിക്കാറില്ല. ഇത് റൂളിൻ്റെ മെറിറ്റിനേക്കാൾ അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻറ്റൻഡഡ് ഇൻ ദ റൂൾ, ആ റൂളിൽ ഇൻറ്റൻഡ് ചെയ്ത താല്പര്യപ്പെട്ട ഉദ്ദേശിക്കുന്ന മെറിറ്റിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് മേഖലയും കണക്കാക്കുന്നത്. റൂൾ 28 ഒരു വരിയുണ്ട്. ഇൻക്രിമെൻ്റ് ബാറിംഗ് പോലുള്ള പണിഷ്മെൻറ്റ് കിട്ടിയ ആൾക്കാരെ പ്രൊമോഷന് പരിഗണിക്കുമ്പോൾ ഈ കാര്യവും കൂടി പരിശോധിച്ചിട്ടേ കൊടുക്കാവൂ എന്നൊരു പദം അതിൻ്റെ അകത്തുണ്ട്. ഇതൊരു പക്ഷേ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നോ മിസ് ഇൻറ്റർപ്രറ്റ് ചെയ്തു എന്നോ നമുക്ക് പറയാം. കാരണം ഈ പ്രസ്താവനയുടെ ലക്ഷ്യം വളരെ സെൻസിറ്റീവായ പോസ്റ്റുകളിലേക്ക് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അയാളുടെ ഇത്തരം കാര്യങ്ങൾ കൂടി, ഇത് അയാളുടെ ക്യാരക്ടറെയും അയാളുടെ എഫിഷ്യൻസിയെയും അയാളുടെ സംശുദ്ധമായ ഗവൺമെൻറ് സർവീസിനെയും പ്രതിഫലിക്കുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതിനാൽ അത്തരം പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഇതും കൂടി പരിഗണിക്കണം എന്ന് മാത്രമേ ഈ പ്രസ്താവന കൊണ്ട്, ഈ റൂളിലെ പ്രൊവിഷൻ കൊണ്ട് അല്ലെങ്കിൽ റൂളിലെ ഇൻ്റർപ്രട്ടേഷൻ കൊണ്ട് ഈ കേസ് ആൻഡ് SSR വ്യക്തമാക്കുന്നുള്ളൂ. എന്നിരുന്നാലും ഇതുപയോഗിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും എസ്പെഷ്യലി ഇൻ പോലീസ് സർവീസിലൊക്കെ ഇത് ഇൻക്രിമെൻ്റ് ബാറിംഗ് കിട്ടിയാൽ പിന്നെ 3 കൊല്ലത്തേക്ക് അവരെ പ്രൊമോഷന് പരിഗണിക്കില്ല. ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് നോക്കിയാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കറപ്ഷൻ വാച്ച് ചെയ്യാനൊരു യൂണിറ്റ് ഉണ്ടാവാം. ഡിപ്പാർട്ട്മെൻ്റ് അകത്തുള്ള ഒരു ഇൻറ്റേർണൽ കറപ്ഷൻ, ആൻറ്റി കറപ്ഷൻ വിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവാം. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ആൻറ്റി കറപ്ഷൻ വിങ്ങിൻ്റെ ഹെഡിൻ്റെ വേക്കൻസി വരുന്നു, ആ യൂണിറ്റ് ഹെഡിൻ്റെ വേക്കൻസി വരുന്നു.
അങ്ങനെ ആ വേക്കൻസിയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ ഒരു സീനിയറായ ഉദ്യോഗസ്ഥൻ അയാൾക്കാണ് ആ പോസ്റ്റിലേക്ക് വരേണ്ടത് എങ്കിൽ അയാളുടെ മറ്റ് പശ്ചാത്തലങ്ങൾ പരിശോധിക്കേണ്ടത് ആ പോസ്റ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ 4-5 തവണ വിജിലൻസ് ട്രാപ്പ് കേസിൽ കറപ്ഷനുമായി ബന്ധപ്പെട്ട് അയാൾ പിടികൂടപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെ ഒരു കാരണവശാലും ഈ പോസ്റ്റിലേക്ക് പരിഗണിക്കരുത്. അതാണ് ഈ റൂൾ 28A-യിൽ ഇൻക്രിമെൻ്റ് ബാറിംഗ് പോലുള്ള പണിഷ്മെൻറ്റ് കിട്ടിയാൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ആ കാര്യം പരിശോധിക്കണം എന്ന് ഈ റൂളിൽ പരാമർശിക്കാനുണ്ടായ കാരണം. ഈ ഒരു പരാമർശം വെച്ച് എല്ലാ പ്രൊമോഷനുകളെയും ബ്ലാങ്കറ്റായിട്ട് നിഷേധിക്കുക എന്നൊരു നിലപാടുകൾ ബഹുഭൂരിപക്ഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇല്ല. യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് സാധാരണ ഇതിങ്ങനെ കാർക്കശ്യമായിട്ട് നടപടിയെടുത്ത് വരുന്നത്. അതിൽ പ്രത്യേകമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇങ്ങനെയൊരു നടപടികൾ തുടർന്നു വരുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇത് റൂളിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള വിവരം നമുക്ക് KSRലെ മറ്റു റൂളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യക്തമാകും. ഒരു ജീവനക്കാരന് പ്രൊമോഷൻ കിട്ടിയാൽ ഹൗ ദ പേ ഇൻ ദ ഹയർ സ്കെയിൽ ഈസ് ടു ബി ഫിക്സ്ഡ് എന്ന് ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ അതിനുള്ള ഗൈഡ് ലൈൻസ് KSR പാർട്ട് 1-ലെ 3 റൂളുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റൂൾ 28 ക്യാപിറ്റൽ A ആൻഡ് റൂൾ 37 സ്മോൾ a KSR പാർട്ട് 1. ഈ റൂളുകളുടെ നോട്ടുകളിൽ പറയുന്നുണ്ട് ഹൗ ദ പേ ഓഫ് ആൻ എംപ്ലോയി promoted to a higher post is to be fixed in the higher scale when he is facing the punishment of increment barring. ഇൻക്രിമെൻ്റ് ബാറിങ്ങിന് വിധേയനായ ഒരു ജീവനക്കാരന് പ്രൊമോഷൻ കിട്ടിയാൽ അയാളുടെ ശമ്പളം ഉയർന്ന സ്കെയിലിൽ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് എന്നതിന് ഈ റൂളിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് എന്നിരിക്കെ KS&SSRലെ ഈ ഒരു പരാമർശം ജീവനക്കാരനെതിരെ എതിരായി ഉപയോഗിക്കുന്നത് സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ മുൻപുണ്ടായിരുന്ന ചില മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അവസാനം PNARD പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നും 2014 ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതുപ്രകാരം ഇൻക്രിമെൻ്റ് ബാറിംഗ് എന്ന പണിഷ്മെൻറ്റ് കിട്ടിയ വ്യക്തിക്ക് പ്രൊമോഷൻ ഡിനേ ചെയ്താൽ അയാൾക്കത് നിഷേധിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ പണിഷ്മെൻറ്റ് എന്നാണ് ആ റൂളിൽ പറയുന്നത്, ആ ഉത്തരവിൽ പറയുന്നത്. കാരണം ഇൻക്രിമെൻ്റ് ബാറിംഗ് എന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നൊരു പണിഷ്മെൻറ്റും അതോടൊപ്പം അയാൾക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുക എന്നൊരു പണിഷ്മെൻറ്റ് വരും. അപ്പോൾ ഒരേ ഒഫൻസിന് 2 പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഈസ് ടോട്ടലി എഗൻസ്റ്റ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് ഈ സർക്കാർ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെ വിവേകത്തോടു കൂടി ഈ കാര്യങ്ങൾ കണക്കാക്കണമെന്നും യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ക്വാളിഫൈഡായ എലിജിബിളായ ഡ്യൂ ആയ ഒരു പ്രൊമോഷൻ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ നിഷേധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എടുക്കണമെന്ന് ഈ സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. എന്നാലും ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പോഴും ഇത് തുടർന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ സർവീസ് റൂളുകളുടെ ഒരു അപജയമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇതുപോലെ ഏത് പോസ്റ്റുകൾക്കും പ്രൊമോഷന് സീനിയോറിറ്റിയാണ് ഒരു കാരണമെങ്കിലും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുകളെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. എന്താണ് റൂൾസ് ഓഫ് ദ ഗവൺമെൻറ് ബിസിനസ് എന്ന പേരിൽ ഗവൺമെൻറ്റിനൊരു പ്രിവിലേജ് കൊടുത്തിട്ടുള്ളതിനാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമനത്തിൻ്റെ കാര്യത്തിൽ സീനിയോറിറ്റി ഒരു നിബന്ധനയേ അല്ല. ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ നിയമിക്കുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ തൊട്ട് താഴെയുള്ള 4 ഉദ്യോഗസ്ഥന്മാരിലെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നൊരു വ്യവസ്ഥയില്ല. കാരണം അങ്ങനെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ഗുഡ് റാപ്പർട്ട് ഇല്ലെങ്കിൽ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഹാനികരമാവും, ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ കൂടുതൽ ലൈസണിങ്ങോ റാപ്പർട്ടോ ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പക്ഷേ ജൂനിയറായ ആ ലിസ്റ്റിലെ ഏറ്റവും ജൂനിയറായ ഒരാളെ വേണമെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി നിയമിക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ട്. ഇത് ഗവൺമെൻറ്റിന് ഈ റൂൾ അനുവദിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ്. ഈ റൂളുകൾ പരിശോധിച്ചാൽ നമുക്ക് വേറൊരു കാര്യം കൂടി കാണാം. കാരണം സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക,
അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഈ രണ്ട് കാര്യങ്ങൾക്കും സർവീസ് റൂളുകൾ, ഏത് സർവീസ് റൂളുകളായാലും വളരെയേറെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ കേസ് ആൻഡ് SSR പരിശോധിച്ചാൽ ഒരുപാട് സമയങ്ങളിൽ നമുക്കിത് കാണാനും പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ വേക്കൻസികളുണ്ട്. ആ ഹയർ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ പ്രൊമോഷൻ കൊടുക്കുന്നതിന് ഏതെല്ലാം നടപടികൾ പാലിക്കേണ്ടതുണ്ടോ ആ നടപടികൾ പാലിക്കുന്നതിന് ഒരുപാട് കാലതാമസം വരാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമായാൽ നിലവിലുള്ള ഈ നിബന്ധനകൾ റിലാക്സ് ചെയ്തുകൊണ്ട് ആ ഹയർ പോസ്റ്റുകളിലേക്ക് നിയമനം കൊടുക്കാനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വ്യവസ്ഥയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചട്ടം 31 പ്രകാരമുള്ള ടെമ്പററി പ്രൊമോഷൻ അല്ലെങ്കിൽ ടെമ്പററി അപ്പോയിൻമെൻറ്റ് എന്ന രീതിയിൽ കൊണ്ടുവരുന്നത്. അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ഇങ്ങനെ ടെമ്പററി അപ്പോയിൻമെൻറ്റോ ടെമ്പററി പ്രൊമോഷനോ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് പൂർത്തിയാക്കുകയും നമ്മൾ ആദ്യം കൊടുത്ത ഉത്തരവിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്ത് റെഗുലറൈസ് ചെയ്യുകയും വേണം എന്നൊരു പരാമർശം കൂടിയുണ്ട്. അതായത് റൂളുകളെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിയമങ്ങളെയും നിയമ നടപടികളെയും പ്രൊവിഷനുകളെയും പരാമർശങ്ങളെയും 100% സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് താല്പര്യങ്ങളോ ജീവനക്കാരുടെ താല്പര്യങ്ങളോ ഹാനികരമാവാതെ നോക്കുന്നതിനുള്ള ബാധ്യത വരെ ഈ റൂളുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും ഇൻ നോ സിറ്റുവേഷൻ എ ഗവൺമെൻറ് എംപ്ലോയി ഷാൽ ഫേസ് എനി കൈൻഡ് ഓഫ് ഡാമേജ് ഓർ ഡിക്രീസ് ഓർ ഡിപ്രീസിയേഷൻ ഇൻ ഹിസ് ഇൻട്രസ്റ്റ് എന്ന് കൃത്യമായി ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും കൂടി ഈ റൂളുകളിൽ പറയാനുള്ള കാരണം. എവിടെയെങ്കിലും ജീവനക്കാരന് എതിരെ ഇത് ഉപയോഗിക്കപ്പെടുന്നു, ജീവനക്കാരൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാകുന്നു എങ്കിൽ അത് റൂളുകളുടെ മോശമായ അവസ്ഥ കൊണ്ടല്ല, റൂളുകളുടെ തകരാറല്ല, അത് കൈകാര്യം ചെയ്യുന്ന മേലുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കൺസേൺഡ് ഹയർ അതോറിറ്റീസിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ തകരാറാണ് എന്നാണ് പൊതുവെ ഈ കാര്യത്തിൽ വിലയിരുത്തപ്പെടുക. കേസ് ആൻഡ് SSRൽ ഇതുകൊണ്ട് തന്നെയാണ് ഏത് റൂളുകളിലും ഗവൺമെൻറ്റിന് ചില പ്രത്യേക അധികാരങ്ങൾ കൊടുക്കും. കേസ് ആൻഡ് SSRലും അങ്ങനെ പ്രത്യേക അധികാരമുണ്ട്. അങ്ങനെയാണ് റൂൾ 39 കേസ് ആൻഡ് SSRൻ്റെ പ്രസക്തി വരുന്നത്. അതുപ്രകാരം ഗവൺമെൻറ്റിന് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാനോ അയാളുടെ സർവീസിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നതിന് ഏതെല്ലാം നിബന്ധനകളും നിയമങ്ങളും പാലിക്കേണ്ടതുണ്ടോ അതെല്ലാം ആ ജീവനക്കാരന് വേണ്ടി ഗവൺമെൻറ്റിന് മൊത്തമായോ ഭാഗികമായോ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഡിസ്ക്രിമിനേറ്ററി പവേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള വിവേചനാധികാരം സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ഇത് ജീവനക്കാരുടെ താല്പര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജീവനക്കാരന് ഇതേപോലെ അയാൾക്ക് തന്നെ പ്രൊമോഷൻ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം, അത് അയാളുടെ താല്പര്യമാണ്. അതുകൊണ്ട് ഈ റൂളിൽ ചട്ടം 38 കേസ് ആൻഡ് SSRൽ റിലിങ്ക്വിഷ്മെൻ്റ് ഓഫ് പ്രൊമോഷൻ, ഒരാൾക്ക് തന്നെ പ്രൊമോഷൻ വേണ്ടെന്ന് വെക്കാം. അത് രണ്ട് രീതിയിലാണ്. ടെമ്പററി റിലിങ്ക്വിഷ്മെൻറ്റ് താൽക്കാലികമായി വേണ്ടെന്ന് വെക്കാം, പെർമനൻറ്റ് റിലിങ്ക്വിഷ്മെൻറ്റ് സ്ഥിരമായി വേണ്ടെന്ന് വെക്കാം. എന്നെ പ്രൊമോഷന് ഇനി സ്ഥിരമായി പ്രൊമോഷനിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ഒരു പെർമനൻറ്റ് റിലിങ്ക്വിഷ്മെൻറ്റ് കൊടുത്താൽ ഈ ജീവനക്കാരന് റിട്ടയർമെൻറ്റ് വരെ പിന്നീട് പ്രൊമോഷൻ പരിഗണിക്കില്ല. ടെമ്പററി പ്രൊമോഷൻ ആണെങ്കിലോ ടെമ്പററി പ്രൊമോഷൻ താൽക്കാലികമാണ്, പക്ഷേ മിനിമം 1 ഇയർ വേണമെന്നാണ് ചട്ടം. 6 മാസത്തേക്ക് എന്നെ പ്രൊമോഷനിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എഴുതി കൊടുത്താൽ ആ അപേക്ഷ സ്വീകാര്യമല്ല. ബിക്കോസ് ടെമ്പററി റിലിങ്ക്വിഷ്മെൻറ്റ് ഷാൽ ബി അറ്റ്ലീസ്റ്റ് ഫോർ 1 ഇയർ എന്നാണ് ചട്ടം. അപ്പോൾ 1 കൊല്ലമോ അതിൽ കൂടുതലോ എങ്കിലും അയാൾക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്താൽ അതിൽ പറയുന്ന കാലാവധി വരെ ഈ ജീവനക്കാരനെ പ്രൊമോഷൻ പരിഗണിക്കില്ല. ഇങ്ങനെയാണെങ്കിലും ഒരാൾ പെർമനൻ്റായിട്ട് എനിക്കിനി റിട്ടയർമെൻറ്റ് വരെ പ്രൊമോഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്ത ഒരു കേസിൽ അയാൾക്ക് തോന്നുകയാണ് അത് ഒരു മോശമായി പോയെന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ വേണ്ടെന്ന് വെച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നിയാൽ താൻ കൊടുത്ത റിലിങ്ക്വിഷ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് പിൻവലിക്കാം. അത് 1 കൊല്ലത്തേക്ക് നിങ്ങൾ എഴുതി തന്നില്ലേ, അതുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞാലല്ലേ ഇത് പിൻവലിക്കാൻ പറ്റൂ എന്നൊരു ആവശ്യമില്ല. അങ്ങനെ ഒരു സാധ്യതയെ വരുന്നില്ല. അയാൾ കൊടുത്ത തൻ്റെ താല്പര്യം അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. പിന്നെ ഏതാണ്ട് 41ഓളം റൂളുകൾ മാത്രമേ കേസ് ആൻഡ് SSRലുള്ളൂ. റൂളുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കേരള സർവീസ് റൂൾസിനേക്കാൾ കുറവാണെങ്കിലും 420ഓളം റൂളുകളുള്ള KSRനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 10% വരുന്ന 41ഓളം റൂളുകൾ മാത്രമേ കേസ് ആൻഡ് SSRലുള്ളൂ. എങ്കിലും KSRനേക്കാൾ സർക്കാർ ജീവനക്കാരന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും ആവശ്യവുമായ റൂള് കേസ് ആൻഡ് SSRാണ്. കാരണം ഒരാൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതും ജോലിയിൽ പരിക്കില്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതും അയാളുടെ സീനിയോറിറ്റിയും അയാളുടെ താല്പര്യങ്ങളും പ്രൊമോഷനും ഉറപ്പാക്കി കൊടുക്കുന്നതും കേസ് ആൻഡ് SSRാണ്.
മറ്റ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വരുന്നത് അതിനുശേഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് KSR ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ KS&SSR എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫീരിയർ ടു KS&SSR എന്നോ എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് KSRൻ്റെ മുൻഗണനയോ പരിഗണനയോ അതിൻ്റെ ഇമ്പോർട്ടൻസോ സിഗ്നിഫിക്കൻസോ യാതൊരു കാരണവശാലും കുറയ്ക്കപ്പെടുന്നില്ല. ഒരു പക്ഷേ KS&SSRുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ KSRന് വേണമെങ്കിൽ ഒരു മുൻകൈ ഉണ്ടെന്ന് പറയാൻ കാരണം സർക്കാർ ജീവനക്കാരൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കേരള സർവീസ് റൂൾസ് അഥവാ KSR ആണ്.